നമ്മൾ ആരാണ്, നമ്മളെ ലക്ഷ്യം എന്താണ്, നമ്മൾ എന്തിനാണ് ജീവിക്കുന്നതിന്റെ അർത്ഥം തേടിയിട്ടുള്ള യാത്രക്കാണ് പൊതുവെ നമ്മൾ തീർത്ഥാടനം എന്ന് പറയപ്പെടാറുണ്ട്. നോക്കുകയാണെങ്കിൽ തന്നെ ഈ 13-ാം നൂറ്റാണ്ടിലൊക്കെ ഈ ക്രിസ്ത്യൻസിനും ഇങ്ങനെയുള്ള ഒരു കാലമുണ്ട്, അച്ഛനെ പോലെ തീർത്ഥാടനങ്ങൾ ആഘോഷിക്കപ്പെട്ടിരുന്ന കാലം. ഒരു മതം എങ്ങനെ ഒറിജിനേറ്റ് ചെയ്തു, ഉത്ഭവിച്ചുന്നുണ്ട്. അപ്പൊ ആ കേന്ദ്രത്തെ ഈ ഒരു മതത്തിന്റെ ഉത്ഭവം എങ്ങനെയായിരുന്നു, എങ്ങനെയാണ് ഈ മതം വന്നത്? അവിടെ എന്ത് ഷെരീഫ് അത് തുരന്നിട്ട് തങ്ങളുടെ മൃതശരീരവുമായിട്ട് നഫ്സുമായിട്ട് എന്തിയാണ് അവർ പുറത്തു കളിക്കാനുള്ള ഒരു ഗ്യാരണ്ടി ഇല്ല. ജീവനോട് തിരിച്ചെത്തുന്നതിന് യാതൊരു ഗ്യാരണ്ടി ഇല്ലാത്ത ഒരു നിലക്കാണ് നമ്മൾ എന്ത് ചെയ്യാ പോവാ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ വിചാരിക്കുന്ന വിഷയം തീർത്ഥാടനം എന്നുള്ളതാണ് അല്ലേ. തീർത്ഥാടനം എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ഒറ്റ വാക്കിൽ നോക്കുകയാണെങ്കിൽ തീർത്ഥാടനം എന്ന് പറയുമ്പോൾ എന്താണ്, ഈ മതങ്ങളുടെ ആവശ്യങ്ങൾക്കായിട്ട്, അതായത് മാനസിക ആയിട്ടുള്ള കാര്യങ്ങൾ, ഇമോഷൻസ്, അതായത് മതങ്ങളായിട്ടുള്ള ഇമോഷൻസിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു യാത്ര എന്നുള്ള രീതിയിലേക്കാണ് സാധാരണയായിട്ട് നമ്മളൊക്കെ അതിനെ പറഞ്ഞു വെക്കാറുള്ളത്. തീർത്ഥാടനം നമ്മൾ മതങ്ങളിലേക്ക് സ്പിരിച്വലായിട്ട് ആത്മീയമായിട്ട് നമ്മൾ തീർത്ഥാടനത്തിനെ കൂട്ടിക്കെട്ടുന്ന പറഞ്ഞാൽ പൊതുവേ നമ്മൾ കാണപ്പെടുന്ന ഒരു തീർത്ഥാടനം എന്നുള്ളത് മതങ്ങളിലാണ് കാണപ്പെടുന്നത്. തീർത്ഥാടനം നമുക്കറിയാം, എന്താ വെച്ചിട്ടാണെങ്കിൽ BC 3-ാം നൂറ്റാണ്ട് മുമ്പുള്ള ആ കാലഘട്ടത്തിൽ തന്നെ എന്തുണ്ട്, ഇവിടെ തീർത്ഥാടനം തുടങ്ങുന്നുണ്ട്. ഈജിപ്തിൽ ആ ഭാഗം അവിടെയുള്ള ഫസ്റ്റ് സിവിലൈസേഷൻ നാഗരികത ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അവിടെ തന്നെ ആ കാലഘട്ടത്തിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, തീർത്ഥാടനം തുടങ്ങുന്നുണ്ട്. തീർത്ഥാടനം എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം സെമിറ്റിക് മതങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ തീർത്ഥാടനത്തെ പ്രോത്സാഹിപ്പിക്കുകയും അങ്ങനെ ഒരു തീർത്ഥാടന യാത്ര നടത്തുന്ന രീതിയിലാണ് പറയുന്നത്. മനസ്സിലാക്കണ ഈ പുതിയ ക്രിസ്ത്യാനി അതിന് മാത്രമാണ് ഇതിൽ എന്തൊരു വിരുദ്ധ വരുന്നത് കാണുന്നത്. ബാക്കിയുള്ളതിലും, ബാക്കി ഇപ്പൊ ജൂതമതത്തിലാണെങ്കിലും ഇസ്ലാമിലാണെങ്കിലും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, തീർത്ഥാടനത്തെ വളരെ വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സെമിറ്റിക് മതങ്ങൾ അല്ലെങ്കിൽ ഹിന്ദു മതത്തിലുള്ള തീർത്ഥാടനങ്ങൾക്ക് എത്രയോ തീർത്ഥാടനങ്ങൾ കേന്ദ്രങ്ങളുണ്ട്. ഇന്ത്യയിൽ മൊത്തം ഒരു ക്ലോക്ക് വൈസ് തീർത്ഥാടന കേന്ദ്രം തന്നെ ഒരു വർഷം കൊണ്ട് ഒരു ക്ലോക്ക് വൈസിൽ തീർത്ഥാടനം തീർക്കാനൊക്കെ പറയുന്നത്. തീർത്ഥാടനം എന്താണ്, മതങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. പക്ഷെങ്കിൽ അതെന്തല്ല, തീർത്ഥാടനത്തെ പൊതുവെ തീർത്ഥാടനത്തെ പറ്റി പറയല പറഞ്ഞാല് എന്ത് ചെയ്യുക, നമ്മുടെ ഈ ഒരു വീടിന്റെ ചുറ്റുപാടുകളൊക്കെ വിട്ടിട്ട്, നമ്മളൊരു കംഫർട്ട് സോൺ ഉണ്ടല്ലോ, വീടിന്റെ ചുറ്റുപാടുകളൊക്കെ വിട്ടിട്ട് കുറച്ച് പ്രയാസങ്ങളൊക്കെ സഹിച്ചിട്ട് നമുക്കൊരു മാനസിക ഒരു കിട്ടാൻ വേണ്ടി പൊതുവെ പറയല് നമ്മൾ അസ്തിത്വത്തിൽ തേടിയുള്ള യാത്രയാണ്. നമ്മൾ ആരാണ്, നമ്മളെ ലക്ഷ്യം എന്താണ്, നമ്മൾ എന്തിനാണ് ജീവിക്കുന്നതിന്റെ അർത്ഥം തേടിയിട്ടുള്ള യാത്രക്കാണ് പൊതുവെ നമ്മൾ തീർത്ഥാടനം എന്ന് പറയപ്പെടാറുണ്ട്. ഇപ്പോൾ ഈ തീർത്ഥാടനത്തിന് പറയുമ്പോൾ എന്ന് പറഞ്ഞാല് ഓരോരുത്തർ തീർത്ഥാടനത്തിന് പോയിട്ട് പിന്നെ വരുമ്പോൾ ഉണ്ടാവുന്ന മാറ്റം വലിയൊരു ഇതാണ്. അപ്പോൾ ഓരോരുത്തർ അതിന് പോകുമ്പോൾ നമ്മൾ പറയേണ്ടത്, ഇപ്പോൾ ഹജ്ജിന് വേണ്ടിയിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പൊരുത്തപ്പെടിച്ചിട്ട് പോയിട്ട് അത് തിരിച്ചു വരുമ്പോൾ മൊത്തത്തിലേ മാറുകയാണ്. കാരണം അയാളുടെ മൊത്തം ഒരു ശീലമൊക്കെ മാറിയിട്ട് അയാൾ ഭയങ്കര കൂളായിട്ട് ശാന്തനായ ഒരു മനുഷ്യനായിട്ട് തിരിച്ചു വരുന്ന ഒരു ഇതാണ് നമ്മളിതിൽ പ്രോസസ് ഉണ്ടല്ലോ. നമ്മൾ പോണ യാത്ര പോവുക, നമ്മൾ ഈ കംഫർട്ട് സോൺ വിട്ടിട്ട് നമ്മൾ ശരിക്കും ഒരു തീർത്ഥാടനത്തിന് ഒരുങ്ങണ ആള് ശരിക്കും പറഞ്ഞാൽ ഒരു മാനസികമായിട്ട് ഒരു മാറ്റത്തിന് വേണ്ടി അയാൾ ഒരുങ്ങണത് ഫുൾ മൈൻഡ് ഫ്രീ ആയിട്ട്. ഇപ്പൊ ഹജ്ജിന്റെ വിഷയങ്ങളൊക്കെ അറിയാം, നമ്മൾ ഈ കാലഘട്ടത്തിൽ ഹജ്ജ് മാറ്റി നിർത്തി പണ്ട് ഒരു കുറച്ച് മുമ്പത്തെ ഹജ്ജിന്റെ വിഷയങ്ങൾ എടുക്കുകയാണെങ്കിൽ സത്യം പറഞ്ഞാലേ ആ പായ കപ്പലിൽ കയറിയിട്ട് ഒരു ഗ്യാരണ്ടി ഇല്ല ജീവനോട് തിരിച്ചെത്തുന്നതിന് യാതൊരു ഗ്യാരണ്ടി ഇല്ലാത്ത ഒരു നിലക്കാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോവുക. അപ്പോൾ അങ്ങനെ പോകുമ്പോഴൊരു സംഭവം അതാണ് ചെയ്യുന്നത്, ആൾക്കാരിൽ മാറ്റം വരുന്നത്. നമുക്ക് ഈ തീർത്ഥാടനത്തിൽ തന്നെ സംസാരിക്കുകയാണെങ്കിൽ തീർത്ഥാടനത്തിന് ധാരാളം സൈക്കോളജിക്കലായിട്ട് ധാരാളം പഠനങ്ങൾ നടന്നിട്ടുണ്ട്. ഈ ഒരു തീർത്ഥാടനം മൊത്തത്തിൽ പിൽഗ്രിമേജ് എന്നുള്ള സാധനം എങ്ങനെയാണ് നമ്മൾ മെന്റലി മാറ്റുന്നത്, നമുക്ക് ജീവിതത്തിൽ അർത്ഥം കണ്ടെത്താൻ സാധിക്കുന്നത്. നമ്മൾ എത്ര ഡിപ്രസ്ഡ് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ പോയി കടന്നു പോവാണെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്, കാരണം അതുകൊണ്ട് തന്നെ എല്ലാ മതങ്ങളും എന്ത് ചെയ്യണത് ഈ തീർത്ഥാടനം എന്നുള്ളൊരു സാധനം വരുന്നത്. പിന്നെ ഈ തീർത്ഥാടനത്തിന്റെ പറയല് മതങ്ങളുടെ തീർത്ഥാടനം വരിക എന്നുള്ളത്, മിക്ക മതങ്ങളും തീർത്ഥാടനം വരുന്നത് എന്താ വെച്ചാല് ഒരു മതം എങ്ങനെ ഒറിജിനേറ്റ് ചെയ്തു, ഉത്ഭവിച്ചുന്നുണ്ട്. അപ്പൊ ആ കേന്ദ്രത്തെ ഈ ഒരു മതത്തിന്റെ ഉത്ഭവം എങ്ങനെയായിരുന്നു, എങ്ങനെയാണ് ഈ മതം വന്നത്, അത് അറിയിക്കാൻ വേണ്ടിയിട്ട്. കാരണം മിക്കവാറും ഓൾമോസ്റ്റ് എല്ലാ മതങ്ങളുടെ തീർത്ഥാടനങ്ങൾ ഉണ്ടാവും. ഇസ്ലാമിന്റെ ഹജ്ജ് എടുക്കുകയാണെങ്കിൽ എടുക്കാൻ പോണേ കാബയാണ്, അവല് വൈദ്യന് പുതിയ ലിന്നാസികളുടെ സംഭവം. മുസ്ലിമീങ്ങൾക്ക് അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയിട്ട് ആദ്യമായി വെക്കപ്പെട്ട ബൈത്ത് പള്ളി കാബ, അവർക്കാണ് എന്ത് ചെയ്യുന്നത്, നമ്മളെ മീൻ എന്ത് ചെയ്യുന്നത് തീർത്ഥാടനം വരുന്നത്. ഇനിയിപ്പോ ഹിന്ദുക്കള് കുംഭമേള ആ സംഭവങ്ങളൊക്കെ ഇല്ലേ, 12 വർഷത്തില് ആ സംഭവം ഓല് പോണത് ശിവന്റെ ബർത്ത് പ്ലേസ് ജന്മസ്ഥലത്തേക്കാണ് എന്ത് ചെയ്യുന്നത് പോകുന്നത്. അപ്പൊ ഈ ഓരോ മതവും എവിടെ ഒറിജിനേറ്റ് ചെയ്തോ അവിടേക്കാണ് എന്ത് ചെയ്യുന്നത് ഇത് പോകുന്നത്. ബുദ്ധിസത്തിന്റെ ഈ ബോധി ട്രീ എന്നുള്ള സാധനമല്ലോ, ബുദ്ധന് ജ്ഞാനോദയം, അതൊരു തീർത്ഥാടനം കേന്ദ്രം നമ്മള് അല്ല. ബുദ്ധിസത്തിന് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ബുദ്ധൻ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ബുദ്ധന്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ ബോധഗയ മൂപ്പർക്ക് ബോധോദയം ലഭിച്ച സ്ഥലം തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട ബുദ്ധന്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹം ഒരു പിൽഗ്രിമേജ് പ്ലേസ് ആയിട്ട് പിന്നെ അനേകം പറയുന്നുണ്ട്, ആക്കി മാറ്റുന്നുണ്ട്. അങ്ങനെ ഇസ്ലാമിലാണ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ തന്നെ ഉള്ളത് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഫസ്റ്റ് വരുന്നത് കാബയാണ്, അതുപോലെ റൗള, പിന്നെ മസ്ജിദുൽ അഖ്സ,
ഇങ്ങനെ പുണ്യമാക്കപ്പെട്ട സ്ഥലങ്ങളാണ് എന്ത് ചെയ്യുന്നത് വരുന്നത്, പിൽഗ്രിമേജ് പ്ലേസ് ആയി വരുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒറിജിനേഷൻ, അതായത് ഒറിജിനേറ്റ് ചെയ്ത സ്ഥലത്ത് ഓർക്കാന്ന് പറയുമ്പോൾ ഇപ്പോൾ കാബയിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും ഓരോ പ്രോസസ്സുകളും എന്താണ് ആ പുരാതന കാലത്ത് നടന്നതിൻ്റെ ഓരോ സ്മരണകളാണ്. അതിനെ ഓർക്കാനും ആ ഒരു സിറ്റുവേഷൻ റീക്രിയേഷനാണ് എന്ത് ചെയ്യണത് ഇപ്പോൾ അങ്ങനെ ഹജ്ജിൻ്റെ ഒരു ഇതിലാണെന്നുണ്ടെങ്കിലൊക്കെ നടക്കണമെന്നുള്ളത്. പിന്നെ ഈ തീർത്ഥാടനത്തിന്റെ പ്രധാനപ്പെട്ട മെഡീവൽ പീരീഡിലെ തീർത്ഥാടനം ഭയങ്കര ഇൻഫ്ലുവൻസ് ഉള്ള സാധനം പറയുന്നത് ഈ കാമിനോ ഡി സാന്റിയാഗോ, ക്രിസ്ത്യാനിറ്റിയിലെ സ്പെയിനിലെ മൊത്തത്തിലുള്ള ഒരു സംഭവം, അതിനൊക്കെ എന്തുണ്ട് വലിയ രീതിയിൽ അസർ ഉണ്ടാവുന്നുണ്ട് സമൂഹത്തിലാണെങ്കിലും. ഇപ്പൊ നമുക്ക് നല്ല ഹജ്ജ് കൊണ്ട് ഇപ്പം നമുക്ക് സൗദി ഗവൺമെന്റ് ഒരു മെയിൻ പിൽഗ്രിമേജ് ടൂറിസം എന്ന് പറഞ്ഞ സംഭവം തന്നെ അവിടെ എന്ത് വന്ന്. മാത്രമല്ല ഈ അമേരിക്കയില് ഇവര് മറ്റേ ഉപരി കണ്ടെത്താനുണ്ട്, കൊളംബസ് കണ്ടെത്താനുണ്ട്, അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിയെടുത്ത് ഒരു പിൽഗ്രിമേജ് ആണെന്നൊരു അഭിപ്രായം ഇങ്ങനെ കേൾക്കുന്നുണ്ട്. എന്താണ് മേരി ഫ്ലവർ എന്ന് പറഞ്ഞ ഒരു ടീം, ചെറിയ അതിന്റെ കറക്റ്റ് അറിയില്ല, പക്ഷേ ഓരെ പറ്റി എന്തുണ്ട് പറയപ്പെടാറുണ്ട്. ഓരാണ് അവിടെ കൃത്യമായിട്ട് അമേരിക്കന്റെ കോണ്ടിനെന്റ് രൂപപ്പെടുത്തി വരുന്നതിലൊക്കെ പങ്കുവച്ചത്. അപ്പൊ ഈ പിൽഗ്രിമേജ് അല്ലെങ്കിൽ തീർത്ഥാടനം എന്നുള്ളത് എന്തല്ല എന്ന് പറഞ്ഞാൽ സർവ്വതല വ്യാപിയായ അതിന്റെ അസറുള്ള ഒരു സാധനമാണ്. പക്ഷേ നമ്മളിപ്പോ സംസാരിക്കുന്ന ഞാൻ ശ്രദ്ധിച്ചിരുന്നാന്ന് പറഞ്ഞാല് എന്ത് പറഞ്ഞാലും നമുക്ക് ഉദാഹരണം ഹജ്ജ് സാധനമായിട്ട് വരുന്നത് നമ്മളുമായിട്ട് ബന്ധപ്പെട്ടത് കൊണ്ടും പിന്നെ ഇന്ന് ലോകത്തുള്ളവര് അതിന്റെ ഈ തീർത്ഥാടനത്തിന്റെ എല്ലാവിധ ലക്ഷ്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് നടക്കുന്ന ഒരു സംഭവം ഹജ്ജാകൊണ്ടേക്കാണ്. പക്ഷേ ഒരു ഉദാഹരണം മൊത്തം ഹജ്ജ് എന്ന് വരുന്നത് അതല്ല, അത് നോക്കുകയാണെങ്കിൽ തന്നെ ഈ 13-ാം നൂറ്റാണ്ടിലൊക്കെ അല്ലേ ഈ ക്രിസ്ത്യൻസിനും ഇങ്ങനെയുള്ളൊരു കാലം ഉണ്ടായിരുന്നു, ഹജ്ജിനെ പോലെ തീർത്ഥാടനങ്ങൾ ആഘോഷിക്കപ്പെട്ടിരുന്ന കാലം. കാരണം ജെറുസലേത്തിലേക്കൊക്കെ എന്താണ് യൂറോപ്പിൽ നിന്നൊക്കെ ഇങ്ങനെ വരുന്ന ആളുകൾക്ക് ഈ സംരക്ഷണം ഒരുക്കാൻ വേണ്ടിയിട്ട് ടെംപ്ലാർസ് പറഞ്ഞ സൈനിക ടെംപ്ലാർസ് ഹോസ്റ്റലാസ് ഒക്കെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലത്ത് നിന്ന് പറഞ്ഞല്ലോ ഈ പുതിയ രീതിയിലുള്ള ഈ മോഡേണിറ്റിയിലേക്ക് കടന്നതോടെ പല ആ പ്രഭാവം, ആ തീർത്ഥാടനം എന്നുള്ള ആ പ്രഭാവം നഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പോൾ മറ്റൊരു സാധനം കണക്ട് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഹജ്ജിന് പോകുമ്പോൾ അതായത് എന്ത് നമ്മൾ പറഞ്ഞെന്ത് ഈ ആത്മീയതയാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സാധനമായിട്ട് വരുന്നത്. പറഞ്ഞാൽ നമ്മളെ മാനസികമായിട്ടുള്ള ഒരു ആനന്ദത്തിന് വേണ്ടി മാത്രം, അതുപോലെ എന്ത് ഒരു വിമുക്തിക്ക് വേണ്ടി, ഒരു മോചനത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പോൾ ഹജ്ജിനൊക്കെ പോകണം. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മളെ നാട്ടിൽ തന്നെ കാണുന്നത് ഇപ്പോൾ ആൾക്കാർ സ്ഥലം വിൽക്കാം, അതായത് സ്ഥലം വിൽക്കാം. അതുപോലെ പെണ്ണുങ്ങളാണെന്നുണ്ടെങ്കിൽ ആ പണ്ടം മൊത്തം വിറ്റിട്ട് ജീവിതകാലത്തിന് ഒരു ഹജ്ജിന് പോകുന്ന ഒരു സിസ്റ്റം. അതുപോലെ തന്നെ എന്ത് സ്ഥലങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ ഈ ഹജ്ജിന് പോകുന്ന ആൾക്കാർ സ്ഥലം വിൽക്കുമ്പോൾ എന്താ വെച്ചാൽ ഭയങ്കര കുറഞ്ഞ വിലക്കാണെന്നുണ്ടെങ്കിൽ ഒരു സ്ഥലം വിൽക്കും. എന്തിനാണ്? നഷ്ടക്കച്ചവടം നമുക്കറിയാം. അതാണ് എന്താണ് അവർക്ക് ഹജ്ജിന് പോകാന്നുള്ള ഒരു ഒറ്റ ആഗ്രഹം. അതായത് മെറ്റീരിയൽ ആയിട്ടുള്ള ഭൗതികമായിട്ടുള്ള എല്ലാ ഇതും മാറ്റി വെച്ചിട്ട് ഈ ആത്മീയമായിട്ടുള്ള ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് എല്ലാ പ്രയാസങ്ങളും സഹിച്ചു. പ്രധാനപ്പെട്ട സംഭവം എന്താ പറയുക, നമ്മള് എന്തൊക്കെ പേഴ്സണലായിട്ട് നല്ല അനുഭവം ഒരു വിഷയമാണ് അത്. നമ്മൾ ഉമ്മമാരൊക്കെ നമ്മളിപ്പോൾ മിഡിൽ ക്ലാസ് ഫാമിലി പ്രധാനപ്പെട്ട ഉമ്മമാരും നമ്മളോട് പറയുന്ന പ്രധാനപ്പെട്ട സാധനങ്ങൾ മക്കൾ വലുതായി നിങ്ങൾ പൈസയൊക്കെ ആയാൽ നിങ്ങൾ ആദ്യം ഉണ്ടോന്ന് ഹജ്ജിന് കൊണ്ടുപോകട്ടോ, അതൊക്കെ വളരെ മെയിൻസ് ആണ്. പിന്നെ ഇതിനെ വളരെ ഈ ഹജ്ജ് എന്നുള്ളൊരു വ്യക്തിയുടെ അല്ലെങ്കിൽ നമ്മളെ ഒരു മുസ്ലിമിനെ നമ്മളെ മൊത്തം തീർത്ഥാടനമാണ്. പക്ഷെ ഹജ്ജിനാണെങ്കിൽ ഹജ്ജ് മുസ്ലിമിന്റെ ജീവിതത്തിൽ എത്രത്തോളം പ്രാധാന്യം എന്നുള്ളത് ബഷീറിന്റെ ഒരു കഥയുണ്ട്. ബഷീറിന്റെ ഒരു ഏതാണ് ബാല്യകാല സഖി എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. മജീദ് സുഹറിന്റെ ആ കഥ തന്നെ തോന്നുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ മജീദ് ഇങ്ങനെ എന്ത് ചെയ്യാണ്, ഒരു ദിവസം വീട്ടിലുള്ള ഒരു മരത്തിന്റെ മേലെ കയറി, എന്ന് വെച്ചാൽ നമുക്ക് പേരക്ക വറക്കാൻ വേണ്ടി കയറാൻ തോന്നുന്നുണ്ട്. അപ്പൊ പേരക്ക വറക്കാൻ വേണ്ടി കയറി മരത്തിന്റെ മുകളിൽ എത്തിയപ്പോൾ സുഹർ അടിയിൽ ചോദിക്കണം, ഫസ്റ്റ് ചോദിക്കണം എന്താണ് മക്ക കാണുണ്ടോ എന്നാണ്. അപ്പൊ മക്ക എന്നുള്ളൊരു സാധനം, ഹജ്ജ് മക്കത്ത് പോവുക, കാബ സന്ദർശിക്കുക എന്നുള്ളത് എന്താണ് ഒരു മുസ്ലിം ജീവിതത്തിൽ അത്രത്തോളം പ്രാധാന്യം നൽകുന്ന ഒരു സാധനമായിട്ട് മാറുന്നുണ്ട്. ഒരു ജീവിതാഭിലാഷം എന്നുള്ള നിലക്ക് തന്നെ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ തന്നെയാലും ജീവിതത്തിൽ ഒരു വട്ടമെങ്കിലും ഹജ്ജ്, സമ്പത്ത് നഷ്ടപ്പെട്ടാൻ വേണ്ടിയില്ല, എന്തായാലും വേണ്ടിയില്ല, ഒരു വട്ടം ഹജ്ജ് ചെയ്യാന്നുള്ളത് എന്താണ് ഒരു ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതായിട്ട് പറയുന്നത്. ഈ പണ്ട് കാലത്താണ് അതിന്റെ പ്രധാനപ്പെട്ടത്. എന്ന് പറഞ്ഞാൽ അന്ന് പറഞ്ഞാൽ ഒരു ഇന്നത്തെ പോലെ ഒരു സെക്യൂർഡ് ആയിട്ടുള്ള സംഭവമല്ല. നേരത്തെ പറഞ്ഞ പോലെ എന്ത് കുതിരമ അല്ലെങ്കിൽ ഒട്ടകത്തിന്റെ വലിയ കാഫിലകളായിട്ട് ഇതിന് ഹജ്ജിന് വേണ്ടി പോണ സംഘങ്ങളുണ്ടാവും. അപ്പൊ അവരൊക്കെ ഇതിന് പോവാന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു കൊള്ളക്കാരാൽ ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ്. എപ്പോഴും പോലെ സമ്പത്ത് പോവാ ആക്രമിക്കപ്പെടുന്ന സംഭവങ്ങളല്ലേ കറക്റ്റ്. ഞാൻ അടുത്താണ് റോഡ് മക്ക വായിച്ചത് മക്കയിലേക്കുള്ള വാദം മുഹമ്മദ് ഹസന്റെ. സത്യം പറയട്ടെ, ഒരു ആ കാലഘട്ടത്തിലെ ഹജ്ജ് മൊത്തത്തില് അറബി നാടുകളിലുള്ള യാത്ര കൂട്ടത്തില് ഹജ്ജിന്റെ യാത്രയുടെ ഒരു ഇതുണ്ടല്ലോ, മരുഭൂമി കൂടി സഞ്ചരിക്കുന്ന സംഭവങ്ങളൊക്കെ കറക്റ്റ് നമുക്ക് എത്രത്തോളം പറഞ്ഞാൽ ഒരു ദിവസം പോലും ഗ്യാരണ്ടി ഇല്ലാത്ത തരത്തിലുള്ള യാത്രയാണ് ആ സമയത്തൊക്കെ. അസദ് നടത്തുന്ന യാത്രകൾ, അസദ് ഹജ്ജിന് വേണ്ടി നടത്തുന്ന യാത്രയുണ്ട്, അല്ലാതെ എന്തുണ്ട് വ്യത്യസ്തമായ യാത്രയുണ്ട്. അസദ് അതിന് ഒരു വട്ടം മറ്റേ ഈ നമ്മുടെ ആടുജീവിതത്തിലെ ആ സീൻ ഉണ്ടല്ലോ, അവസാനം തുണി പീകിട്ട് വെള്ളം കൊടുക്കുന്ന സാധനം, അത് സത്യം പറഞ്ഞാൽ ഈ ആ സമയത്ത് നല്ല വിവാദം ഉണ്ടായിരുന്നു. അസദിന്റെ പുസ്തകം എടുത്താറാണ്, പക്ഷെ അത് കറക്റ്റ് മൊബൈൽ ഡെബിറ്റ് ചെയ്യുന്നുണ്ട്. പറഞ്ഞാൽ ഇത്രത്തോളം പ്രയാസകരമായിട്ട് അന്നത്തെ യാത്ര എന്നുള്ളതിന് മുമ്പിൽ ഡെബിറ്റ് ചെയ്യുന്നുണ്ട്. അസദിന്റെ സാധനം പറയുമ്പോൾ അതായത് നമ്മൾ ഹജ്ജ് ഒരു മതപരമായത് എന്നുള്ള ഒപ്പുറം നമ്മൾ തീർത്ഥാടനത്തെ എങ്ങനെ ഒരു സംതൃപ്തി കണ്ടെത്താൻ അല്ലെങ്കിൽ സ്വയം സ്വത്വത്തെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്ര എന്ന് പറയുമ്പോൾ ഈ അസദിന്റെ ആ പുസ്തകം ക്രമീകരിക്കുന്നത് ആ ഒരു കോലത്തിലാണ്. അതായത് അദ്ദേഹം എങ്ങനെ ഇസ്ലാം എന്നുള്ള ഒരു സത്യത്തിലേക്ക് എത്തി, അതായത് സ്വന്തത്തെ എങ്ങനെ കണ്ടെത്തി എന്നുള്ള ഒരു
യാത്ര, അത് ഹജ്ജിന്റെ ഒരു യാത്രയുമായിട്ട് ഒരു പാരലായിട്ട് ഉള്ള രണ്ട് സാധനങ്ങൾ ഇങ്ങനെ ഒരുമിച്ചുള്ള ഒരു സംഭവമാണ് ആ ഒരു പുസ്തകത്തിൽ വരുന്നത്. അല്ല മൂപ്പര് അല്ല നമ്മള് മക്കയിലേക്കുള്ള വാദമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ സത്യം പറഞ്ഞാല് മൂപ്പര് ആ പുസ്തകത്തിൽ തുടക്കത്തിൽ ഇങ്ങനെ പറയുന്നത് മൂപ്പര് ഈ മെന്റലിസ്റ്റ് ഒക്കെ പഠിച്ചിട്ട് മൂപ്പര് ഇങ്ങനെ മനസ്സിലാക്കുന്നത് യൂറോപ്യന്മാർക്ക് ഒന്നൊരു സമാധാനമില്ല, ഒരു റാഹത്തില്ല, ഒരെങ്ങനെ അങ്കലാപ്പിൽ ജീവിക്കുകയാണെന്ന് നൽകാണ് ഒരു സംസാരിക്കുന്നത് തുടക്കത്തിൽ. പിന്നെ ഇങ്ങനെ മൂപ്പര് ഇങ്ങനെ മക്കയിലൂടെ സഞ്ചരിച്ച് അറേബ്യയിൽ പോയി ജനങ്ങൾക്കായിട്ട് ഇതാക്കി ഇടപഴകി ഹജ്ജിനൊക്കെ സാക്ഷി ഹജ്ജിന്റെ വിഷയങ്ങൾ പറയുമ്പോൾ അല്ലെങ്കിൽ അവിടുത്തെ ആരാധനകളെ പറ്റി പറയുമ്പോൾ അസദ് കാര്യമായിട്ട് എടുത്ത് പറയുന്ന സാധനം അതിനൊരു ഇതാണ് റാഹത്ത്, ഒരു സമാധാനം, ഒരു ശാന്തത. ഈ എന്ന് പറഞ്ഞാൽ നമ്മള് സർവ്വലോകത്തുള്ള എല്ലാ വൈജാത്യങ്ങളും എല്ലാ ഡൈവേഴ്സിറ്റിയും കൂടി ഒരുമിച്ച് കൂടുമ്പോൾ അവിടെ ഒരു ഏകത്വം, ഒരു ഏകദാനമായ താളത്തിൽ രാഗത്തിൽ ഇങ്ങനെ എന്ത് ചെയ്യാണ് ആൾക്കാർ അത് വളരെ രീതിയിൽ നമ്മൾ ഈ ഞാൻ ഈ വിഷയത്തിൽ പറയുകയാണെങ്കിൽ മാൽക്കം എക്സിന്റെ ഒരു സംഭവം ഉണ്ട്. നമ്മൾ ഈ ഹജ്ജിന്റെ ഏകദാനത അല്ലെങ്കിൽ ആ ഒരു ശാന്തത എങ്ങനെ സ്വാധീനിക്കുന്നു. മാൽക്കം എക്സ് നമുക്കറിയാം അമേരിക്കയിൽ കറുത്ത വർഗ്ഗക്കാർക്ക് വേണ്ടി പോരാടിയ ഒരു റിഫോമിസ്റ്റ് ആയിരുന്നു, കറുത്തവരുടെ അസ്തിത്വത്തിന് വേണ്ടി പോരാടിയ ഒരാളായിരുന്നു. അദ്ദേഹം തുടക്കം അദ്ദേഹം ഫസ്റ്റ് ഒരു ഗുണ്ട ലോക്കൽ ഗുണ്ടായിട്ടാണ് വളരുന്നത്. പക്ഷെ അദ്ദേഹത്തിന് നാഷണൽ ഓഫ് ഇസ്ലാം എന്നുള്ള സംഘടനയിലേക്കാണ് അദ്ദേഹം, അതിലൂടെയാണ് അദ്ദേഹം എലീസ മുഹമ്മദിന്റെ ആ സംഘടനയിലൂടെയാണ് ചെയ്യുന്നത് അദ്ദേഹം ഇസ്ലാമിന്റെ ഈ കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്. പക്ഷെ അദ്ദേഹം ആ സമയത്ത് റാഡിക്കൽ മുസ്ലിം ആയിരുന്നു. എന്ന് പറഞ്ഞാൽ ഹിംസ ഒന്ന് കിട്ടിയാൽ രണ്ടെണ്ണം തിരിച്ചെടുക്കാം, അടിക്കെതിരെ അടി എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ചെയ്യുന്നത് നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്ന സാധനങ്ങളൊക്കെ തിരിച്ചു കൊടുക്കാൻ അവകാശമുണ്ട്, സെൽഫ് ഡിഫൻസ് ആണെന്ന് വായിച്ച ആളുണ്ട്. പക്ഷെ ഈ അഭിപ്രായങ്ങളൊക്കെ ഉള്ള ഒരാള് മൂപ്പര് അവസാന കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ 964 മൂപ്പര് കൊല്ലപ്പെടുന്നത്, വെടിയേറ്റ് കൊല്ലപ്പെടുന്നതിന്റെ എന്റെ ഓർമ്മ. അതിന് തൊട്ട് 9 വർഷം 963 ഹജ്ജ് പോകുന്നുണ്ട്. അതാണ് മൂപ്പര് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ സംഭവം. മൂപ്പര് അവിടെ പോയി ഹജ്ജിന് പോയിട്ട് മൂപ്പര് ഒരു കത്തിയുണ്ട്. മൂപ്പര് ഇപ്പോൾ അവൈലബിൾ ആയ ഒരു സാധനമാണ്. മൂപ്പര് ആ കയ്യിൽ ലെക്ചറിപ്പോൾ ഗൂഗിളിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ആ സാധനം മൂപ്പര് പറയുന്നത് ഞാൻ ഇത്രയും കാലം കരുതുന്നത് മൂപ്പരിന്റെ മുമ്പേ സ്റ്റേറ്റ്മെന്റ് നടത്തിക്കണേ എന്താണ് വെള്ളക്കാരൻ കറുത്തവരൊക്കെ ദൈവത്തിന്റെ സന്തതികളാണ്, വെളുത്തവരൊക്കെ ശൈത്താന്റെ പിശാചിന്റെ സന്തതികളാണ്. ഉപരി പറഞ്ഞു ഞാൻ എന്റെ മനസ്സിൽ വെള്ളക്കാരനൊക്കെ പറഞ്ഞാല് വെളുത്ത തൊടിയുള്ളവരൊക്കെ എന്തായിരുന്നു ഒരു പിശാചുകളായിരുന്നു. പക്ഷെ എന്തല്ല ഞാനിവിടെ പോയപ്പോ ഹജ്ജിന് പോയപ്പോ അല്ലെങ്കിൽ അറേബ്യയിൽ പോയപ്പോ അവിടെ ഒക്കെ വെള്ളക്കാര് വെളുത്ത ആൾക്കാരല്ലേ. പക്ഷെ ഓൾ എന്നുള്ള ഇതുണ്ടല്ലോ. പിന്നെ ഈ വെളുത്ത ആൾക്കാരും കറുത്ത ആൾക്കാരൊക്കെ ഒരേപോലെ ആ ഹജ്ജിന് നീങ്ങുന്ന കണ്ടപ്പോ എന്റെ ജീവിതം ആ ഒരു റാഡിക്കലിസം മാറി ഒരു സമാധാനത്തിലേക്കാണ് വരേണ്ടത്. ഈ ഒരു ഏകദാനമായ ശാന്തതയിലൂടെയാണ് ജീവിക്കേണ്ടത്. എല്ലാ വെള്ളക്കാരും എന്തല്ല മോശക്കാരുടെ അഭിപ്രായത്തിൽ വരും. മുമ്പിൽ പിന്നെ ഈ ഹിംസയുടെ നിലപാടൊക്കെ മാറ്റി സ്വന്തം ഒരു സംഘടന ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ആ സംഘടനയുടെ പ്രഖ്യാപനത്തിന് എന്താണ് ചെയ്യുന്നത്? അദ്ദേഹം വെടിയേറ്റ് കൊല്ലപ്പെടുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അത്രയും ഹജ്ജ് എന്നുള്ളൊരു സാധനം ചെയ്യുന്നുണ്ട്. തീർത്ഥാടനത്തിന്റെ മാനസികമായ ഇതൊക്കെയാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ അത്രത്തോളം അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ജീവിതം ഒരു ഹജ്ജിന്റെ യാത്ര ഉപരി സ്വാധീനിക്കുന്നുണ്ട് എന്നാണ്. അതായത് തീർത്ഥാടനത്തിന്റെ ഒരു സാമൂഹികമായിട്ടുള്ള ഒരു വശങ്ങൾ നോക്കുമ്പോൾ ഒരു യൂണിറ്റ് ഉണ്ടാക്കുന്നതിൽ എന്ന് പറഞ്ഞാൽ എന്ത് സാമൂഹികമായിട്ട് പറഞ്ഞ ഏകദാനത്തിൽ ഉണ്ടാക്കുന്നത് ഒരു ഐക്യം ഉണ്ടാക്കുന്നതിൽ. അതായത് ഇപ്പൊ എത്ര ആശയത്തിലുള്ള ആളാണെന്നുണ്ടെങ്കിലും അയാൾ ഹജ്ജിനാണെന്നുണ്ടെങ്കിൽ ഹജ്ജിന് വരും. എല്ലാവരും വരുമ്പോൾ അതെന്ത് സമൂഹത്തിന്റെ ഇടയിൽ ഒരു ഐക്യരൂപത്തിന് അല്ലെങ്കിൽ എല്ലാവരും ഒരുമിച്ച് കൂട്ടുന്ന ഒരു സെന്റർ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് മാറേണ്ടതില്ല. അതല്ല നമ്മളെ നാട്ടുകളിലൊക്കെ ഉള്ള ഈ വല്യന്മാരൊക്കെ ഈ ഹജ്ജിന് 4 ചുമരുകൾക്കിടയിൽ മാത്രം ജീവിച്ചിരുന്ന ആൾക്കാർ ഹജ്ജിന് പോകുമ്പോണ്ടാകുന്ന ലോകവരെന്ന് പറയും പോലെ വന്ന് ഓരോരോ കഥ പറയും. വലിയ പാകിസ്ഥാനിൽ നല്ല രോമുള്ള ആൾക്കാർ ഡൽഹി ഹജ്ജിന് നിന്ന്. അപ്പം വല്യമ്മ പറയുന്ന ഓരോ കാര്യമുണ്ട്. സുഡാനികൾ കറുത്ത ആൾക്കാരാണ്. പക്ഷേ വല്യമ്മാൻ്റെ ഒപ്പം നടക്കുന്ന ഒരാൾ വീണപ്പോൾ ഇത് തിരക്കിട്ട് കൈനേറ്റ് എഴുന്നേൽപ്പിക്കുന്നവരാണ്. ഒരു വെളുത്തവർക്ക് അങ്ങനല്ല, നമ്മൾ കറുത്തവർക്കാർ അങ്ങനെയുള്ള കാണുന്ന ആൾക്കാരാണ് എന്താവുന്നത് പിടിച്ച് നീപ്പിക്കണത്. ആ രീതിയിൽ യൂണിറ്റി, അതായത് പോലെ ഈ ലോകത്തിനെ കുറിച്ചുള്ള കൺസെപ്റ്റ് ഒക്കെ ആ ഹജ്ജിലൂടെ മാറുന്ന സാഹചര്യം. അല്ല ഹജ്ജിന്റെ ഓരോ കർമ്മങ്ങളും നമുക്ക് കൈമാറുന്ന സന്ദേശങ്ങളെ പറ്റി വ്യത്യസ്തമായ പഠനങ്ങൾ നടക്കുന്നുണ്ട്. നമ്മൾ അതിന്റെ ഹജ്ജിന്റെ പറഞ്ഞതൊക്കെ ഓരോന്നെടുത്ത് നോക്കിയാലും ഓരോന്നിൽ എന്തിനാണ് ഓരോ ഹിക്മത്തിൽ നിന്നാണ്. ശരിക്കും നമുക്ക് ഇഹ്റാമ് എത്ര പൈസക്കാരനാണെങ്കിലും എത്ര പാവപ്പെട്ടതാണെങ്കിലും ആ രണ്ട് തുണി കൂടുതൽ പറ്റൂല. അതാണ് ഇഹ്റാമിന്റെ വസ്ത്രം. പറഞ്ഞാല് ആ ഒരു വെള്ള വസ്ത്രത്തിൽ ഒന്നും പറഞ്ഞാല് ഏറ്റവും വലിയ പൈസക്കാർ യൂസുഫ് അലി പോയാലും നമ്മൾ പോയാലും ആ വസ്ത്രത്തെ എന്തേ പറ്റുള്ളൂ പോകാൻ പറ്റുള്ളൂ. അതാണ് അതിന്റെ പറഞ്ഞാല് ആ ഒരു താഴ്മയുടെ തവാദിന്റെ പടച്ചവന്റെ മുമ്പേക്കാണ് പോണത്. നമ്മള് ഈ തീർത്ഥാടനത്തിന്റെ വിഷയത്തിലെ ഈ സമയമാണ് നമ്മള് പടച്ചവന്റെ മുമ്പേക്കാണ് പോണത്. തവാദോടെ താഴ്മയോടെ നമ്മൾ പോകണം. ആ 2 തുണി വെള്ള വസ്ത്രത്തിലേക്കാണ് നമ്മൾ പോണത്. ഇവിടെ ത്വാഫ് എടുത്താണെങ്കിൽ ത്വാഫ് ആലോചിച്ച് നോക്കാം. ലോകത്തില് വ്യത്യസ്ത വർണ്ണങ്ങളിൽ കളറുള്ളവര് വ്യത്യസ്ത രാജാക്കന്മാര് സൽമാൻ ഈ രാജാക്കന്മാരെ കുറെ സംഭവങ്ങളുണ്ട്. രാജാക്കന്മാരാവട്ടെ അധികാരമുള്ളവരാവട്ടെ ഏതാളാണെങ്കിലും ആ 7 വട്ടം എന്ത് ചെയ്യാ തോളോട് തോളൊരുമിക്കാണ്ട് എന്ത് ചെയ്യാ ത്വാഫ് ചെയ്യാം. ഒരു ഏകതാനത, ഒരു ഏകത്വം, യൂണിറ്റിന്റെ സംഭവം മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അവനെ ഓരോന്നിലും എന്തുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ മാനവിക മൂല്യങ്ങൾ എന്ന് പറഞ്ഞ് കൊട്ടിഘോഷിക്കുന്ന സാധനങ്ങളൊക്കെ ഈ ഹജ്ജിന്റെ വിഷയത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. പ്രത്യേകത പറഞ്ഞാല് ഇത് ഏത് കാലത്ത് ഉണ്ടാക്കപ്പെട്ടാണ് ഈ ഹജ്ജ് എന്നൊക്കെ പറഞ്ഞാല്
അന്ന് ഏത് കാലത്തുള്ളതല്ല, ആ കാലഘട്ടത്തിനെ യൂറോപ്യന്മാർക്ക് വിളിക്കണം എന്താ, ഡാർക്കസ്റ്റ് പീരീഡ് എന്നാണ്, ഏറ്റവും കറുത്ത ഇരുണ്ട കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന സമൂഹത്തെയാണ് ഇങ്ങനെ റിമൂവ് ചെയ്തുകൊണ്ട് അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളാണ് എന്ത് ചെയ്യേണ്ടത്, അതായത് ഇങ്ങനത്തെ മൂല്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മളാണ് എന്ത് ചെയ്യേണ്ടത്, ഡാർക്ക് പീരീഡിൽ ജീവിക്കണം എന്നുള്ള പോലത്തിൽ നമുക്ക് തോന്നിപ്പോണ പോലത്തിലാണ്. പിന്നെ ഈ പിൽഗ്രിമേജ് സൈറ്റുകളുടെ ഒരു ഇല്ലേ എന്താ പറയാ, അതിനോടുള്ള ഒരു തീവ്രത, അതിന് ഒരു രാഷ്ട്രീയമായിട്ടുള്ള പ്രാധാന്യം നമ്മൾ എപ്പോൾ സംസാരിക്കേണ്ടത്. നമ്മളതിന് ഏറ്റവും നമ്മളെ അബ്രഹത്തിന്റെ വിഷയം ഞാൻ നമ്മൾ കേൾക്കുന്ന കഥയാണ് പറഞ്ഞാല്, മൂപ്പര് കാബ് ആക്രമിക്കാൻ അബ്രഹത്ത് നമ്മള് ഈ സുഹൃത്തിൽ ഫീൽഡിൽ ഇപ്പൊ മൊത്തം പറയുന്നത് മൂപ്പര് അബ്രഹത്ത് കാബിനെ ആക്രമിക്കാൻ വരുന്ന സംഭവമാണ്. അതിൽ മൊത്തം പറയുന്ന വിഷയം എന്ന് വെച്ചാല്, എന്തിനാ അബ്രഹത്ത് കീഴടക്കാൻ മറ്റേ കാബ് കീഴടക്കാനല്ല പൊളിക്കാനാ വരുന്നത്. കാരണം എന്താണ് അതിന്റെ പേരെന്തായിരുന്നു, പുലീസ് എന്നുള്ളൊരു ഈ ദേവാലയം എന്ത് ചെയ്യും, ഓൻ ആദ്യം എവിടെ പണിയുന്നത്, അഭിഷേൽ പണിയും, ഓന്റെ നാട്ടിൽ പണിയും. പക്ഷെ എന്ത് ചെയ്യൂല, അത് ആൾക്കാർ കിട്ടില്ല. കാരണം എല്ലാവർക്കും ഫോൺ എടുക്കാണ്, കാവേക്കാണ് കൂടുതൽ പോണത്. അപ്പൊ കാവ് പൊളിച്ചിട്ട് എന്ത് ചെയ്യണം, അത്രത്തോളം രാഷ്ട്രീയ സ്വാധീനമുള്ള സംഭവമാണ് സമൂഹത്തെ ഒരുമിച്ച് നിർത്തുക എന്ന് പറഞ്ഞാൽ. ഇപ്പൊ മുസ്ലിം ലോകത്താണെന്നുണ്ടെങ്കിൽ കാബന്റെ അധികാരം കിട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ്, അത് മുസ്ലിം ലോകത്ത് മൊത്തം ജയിക്കണ പോലെയാണ്. ഖിലാഫത്ത് തകരാനുള്ള മെയിൻ കാരണം അതാണ്. തുർക്കി ഖിലാഫത്ത് തകരാന് ഷെരീഫ് ഹുസൈൻ കാബേന്റെ ഒരു കൊടുക്കണാണ്. തുർക്കിക്കെതിരെ നിങ്ങൾ എന്ത് ചെയ്താല് പടപൊരുത്തിയാല് അതിന്റെ അധികാരം തരാന്നാണ്. ഒരു പൊളിറ്റിക്കലി കറക്റ്റ് ഒരു വഞ്ചന ഉപയോഗിച്ചു എന്നുള്ളതാണ്. അവിടെ ഭയങ്കര ഒരു തന്ത്രപരമായിട്ടുള്ള ഒരു ഒരു പിൽഗ്രിമേജ് സൈറ്റിൽ തീർത്ഥാടന കേന്ദ്രത്തിന് എത്രത്തോളം പ്രാധാന്യം ഉണ്ടെന്നാണ് അറിയിക്കുന്നത്. അല്ല, നമ്മൾ അധികം ചിന്തിക്കേണ്ട ആവശ്യമില്ല. എന്തിനധികം ചിന്തിക്കണേ, ഇപ്പൊ ഫലസ്തീൻ വിഷയം എന്താ, ബൈത്തുൽ മുഖദ്ദസിന്റെ വിഷയത്തിലല്ലേ ഇപ്പൊ അത് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട എന്താണ്, തീർത്ഥാടന കേന്ദ്രമാണ്. അതിന്റെ 3 മതങ്ങൾക്കും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമാണ്. ഇത്രയും വലിയ പ്രശ്നം എല്ലാവരും ചരിത്ര പ്രാധാന്യമുള്ള ഇപ്പൊ ഇവര് ഇപ്പൊ ജൂതന്മാര് വെച്ച് നോക്കുകയാണെങ്കിൽ വാഗ്ദത്ത ഭൂമി എന്ന് പറഞ്ഞിട്ട് ആ ഭൂമി അവർക്ക് ഏറ്റവും പുണ്യമാക്കപ്പെട്ടതായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു എന്താണ് തിരിച്ചറിവിനുള്ള ഒരു ആഹ്വാനം. എന്നിട്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്, അവർ അവരുടെ റൈറ്റ് സ്ഥാപിച്ചത്. ഞങ്ങൾക്ക് ഇതിൽ അവകാശമുണ്ട്, ഞങ്ങൾക്ക് എന്താണ് ഇത് ഞങ്ങളെ മതത്തിന്റെ ആണെന്ന് പറഞ്ഞിട്ട് പോലും പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം. ഇത് പൊളിറ്റിക്കലി ഭയങ്കര എന്തുണ്ട്, ഒരു സ്വാധീനം ഉണ്ടെന്നുള്ളതാണ്. അല്ല, മുസ്ലിങ്ങൾക്കാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല 3 പ്രധാനപ്പെട്ട വഴിയിൽ 3ാമത്തെ തന്നെയാണ് ബൈത്തുൽ മുഖദ്ദസ്. അതുകൊണ്ടാണ് മുസ്ലിംകാരുടെ പ്രാധാന്യം. ഇപ്പൊ ഈ പൊളിറ്റിക്കൽ പറയാന്നുണ്ടെങ്കിൽ ഇപ്പൊ മുമ്പ് തന്നെ, അതായത് ഈ ഹജ്ജ് റൂട്ട് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അതായത് ഹജ്ജിന് പോകുന്ന വഴി എന്നുള്ളത് ഇപ്പൊ മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ, അതായത് ജെറുസലേം പോയതിന് ശേഷം പ്രത്യേകിച്ച്, അതായത് നമ്മളെ 11ാം നൂറ്റാണ്ടിലോ 10ാം നൂറ്റാണ്ടിലായിട്ട് എന്ത് ഇത് പോയിന്റ് ശേഷം ക്രൂസൈഡിൽ ഇത് പോയിന്റ് ശേഷം എന്ത് പ്രത്യേകിച്ച് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എന്ത്, അതായത് ഈ ഹജ്ജ് റൂട്ട് മുസ്ലിങ്ങൾ ഹജ്ജിന് വേണ്ടി പോകുന്ന ഓലിപ്പോ നമ്മൾ ജൂതന്മാർ ക്രിസ്ത്യൻസിനെതിരെ എന്ത് യുദ്ധങ്ങളിലേക്ക് പോയാലും അല്ലെങ്കിൽ ഓൽക്കെതിരെ എന്ത് നീക്കങ്ങൾ നടത്തിയാലും ഒരു ഫസ്റ്റ് ഭീഷണിപ്പെടുത്ത എന്തേ കാരണം ഹജ്ജ് റൂട്ട് തടസ്സപ്പെടുത്തുന്ന കാരണം. എന്താണ് ഈ ഹജ്ജ് റൂട്ടിന്റെ ഒരു സുരക്ഷ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ്, മുസ്ലിം ലോകം മൊത്തം അയാൾ ഇന്ത്യനാക്കും. അതായത് എത്ര വലിയ ഖലീഫയാണെന്നുണ്ടെങ്കിലും ആ ഹജ്ജ് റൂട്ട്, അതായത് മുസ്ലിംക്ക് ഹജ്ജിന് പോകാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അതോടുകൂടി അയാളെല്ലാ ഇമേജും എന്ത് ചെയ്യും, ജനത്തിന്റെ അടിയിൽ നഷ്ടപ്പെടുന്നുള്ളൊരു ഇതാണ് ഉണ്ടാവുന്നത്. അതിനുവേണ്ടി എത്രയും അഡ്ജസ്റ്റ്മെന്റുകൾക്ക് തയ്യാറായിട്ടുള്ള ഒരു ചരിത്രമൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, കാണാൻ കഴിയും എന്നുള്ളതാണ് ഈ സംഭവങ്ങൾ. പിന്നെ ഒരു ഇത് പറഞ്ഞാല് ഇന്ത്യയിൽ ഇപ്പൊ ഈ അജ്മീറൊക്കെ അല്ലേ, അജ്മീർ ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. അല്ല, ഞാൻ നിങ്ങൾ ഈ പൊളിറ്റിക്കലിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ രാഷ്ട്രീയപരമായിട്ട് വന്നു പറഞ്ഞാല്, ഈ നരേന്ദ്രമോദി അധികാരത്തിന് മുമ്പ് വരുമ്പോ ഈ ദർഗയെ പോയിട്ട് നേർച്ച ചെയ്ത് പ്രാർത്ഥിച്ച സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടാണല്ലോ. എത്രത്തോളം അല്ലേ ആണ്. തീർത്ഥാടന കേന്ദ്രത്തിൽ നമുക്ക് എണ്ണാൻ പറ്റുന്ന സാധനമാണ് ഈ അജ്മീറൊക്കെ എന്ന് പറഞ്ഞാല്. അതായത് എന്ത് ഈ തീർത്ഥാടനം എന്ന് പറഞ്ഞാൽ സാധാരണ ഇതിൽ പറയാറുള്ളത് ഇപ്പോൾ ഒരു മനാസിക് ഉണ്ടാവും. അതായത് എന്ത്, അതായത് കൃത്യമായിട്ടുള്ള ഒരു ചെയ്യേണ്ട രൂപങ്ങൾ, ആചാരങ്ങൾ, ആ ഒരു മാനദണ്ഡം വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, അങ്ങനെ പറയാൻ കഴിയില്ല. പക്ഷെ നമ്മളൊരു പുണ്യകേന്ദ്രമായിട്ട് സന്ദർശിക്കുന്ന ഒരു സ്ഥലം എന്നുള്ള എന്ത് ചെയ്യാൻ കഴിയും, നമുക്ക് അതിനെ ഈ ഗണത്തിൽ പെടുത്താൻ പറ്റുന്നുള്ള. പിന്നെ നമ്മള് നേരത്തെ പറഞ്ഞ ഹജ്ജിന്റെ ഓരോ സംഭവങ്ങൾ, ഹജ്ജിന്റെ കർമ്മങ്ങളൊക്കെ പറഞ്ഞു. ഹജ്ജിന്റെ കർമ്മങ്ങൾ മൊത്തത്തിലല്ലേ എന്താണ്, ഇബ്രാഹിം കർമ്മങ്ങളാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം, ഹജറ ബേബി, ഇസ്മായിൽ നബി, ഇവര് 3 പേരെ കേന്ദ്രീകരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ഹജ്ജിന്റെ ഓരോ സംഭവങ്ങൾ വരുന്നത്. അവസാനം ഈ ഹജ്ജിനുള്ള വിളി എന്ന് പറഞ്ഞാൽ ശരിക്കും ഇബ്രാഹിം നബീന്റെ വിളിയല്ലേ. ആ കഅബ നിർമ്മിച്ചതിന് ശേഷം റബ്ബേ ഇതൊരു നാടിനെ അങ്ങനെ മറുപടി ഇല്ലല്ലേ ഇപ്പൊ ഹജ്ജ് നടക്കുന്നത്. ശരിക്കും ഹജ്ജിന്റെ ഓരോ കർമ്മങ്ങളിലും എന്തുണ്ട്, ഇബ്രാഹിം കർമ്മങ്ങൾ എല്ലായിടത്തും ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട നമുക്കിപ്പോ പറയുന്നത് സഅയാണ്, സഫാ മർവയുടെ സഅയ്. ശരിക്കും ത്യാഗത്തിന്റെ ഒരു ഓർമ്മയല്ലേ നമുക്ക് ശരിക്കും സഫാ മർവയുടെ ഇടയിലുള്ള സഅയ് എന്ന് പറയുന്നത്. അത് ചോദിക്കുക, ആരുമില്ലാത്ത വിജനമായ എന്ന് പറഞ്ഞാൽ ഒരു ആകെ ഒരു മരം, അന്ന് ഒരു തണലായിട്ട് ഒരു മരം മാത്രമുള്ള ഒരു സ്ഥലത്തേക്കാണ് നീങ്ങുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഹാജറ ബീവിനെ കൊണ്ടാക്കണത്. അവിടെ 2 ദിവസം കുടിക്കാനൊക്കെ വെള്ളം ഉണ്ടായിനി, പിന്നെ വെള്ളം കിട്ടണില്ല. എന്താ കാട്ടുക, ഒരു ഓപ്ഷനും ഇല്ല. അപ്പൊ ഇങ്ങനെ ഓടുക. ഒരു ഉമ്മ, അവിടെ മാതൃസ്നേഹം ഒക്കെ ഇവിടെ ചർച്ചയാണ്, വിഷയമല്ല. ഓക്കെ, ആ ഒരു ഉമ്മ ഇങ്ങനെ ഓടുക, സ്വന്തം മോൻ കരയാ, ചെറിയ പൈതല കരയ എങ്ങനെ. അപ്പൊ മോന് വേണ്ടി വെള്ളം കൊടുക്കണം. അപ്പൊ ഇങ്ങനെ 7 വട്ടം ഇങ്ങനെ ഓടുക. അവസാനമാണ് എന്ത് ചെയ്യുന്നത്,
ആ വെള്ളം മണ്ണിൽ നിന്ന് വെള്ളം ഉറവിടുന്നതും അവസാനം സംസം നിൽക്കുന്നല്ലേ സംസമിന്റെ അർത്ഥം വരുന്നത്. നിൽക്കുന്ന പറഞ്ഞാൽ ആ സംസമിന്റെ അർത്ഥം നമുക്ക് ഒരിക്കലും അവസാനിക്കാൻ വെള്ളം എന്നുള്ളവർക്കും അതെന്താണ് ഒരു പുണ്യം അല്ലെങ്കിൽ ഒരു തീർത്ഥമായിട്ട് ഒരു തീർത്ഥപാനമായിട്ട് എന്ത് ചെയ്യാണ് ലോകം മൊത്തം കുടിക്കപ്പെടുന്ന സംഭവം. പിന്നെ ഇത് പറയുമ്പോൾ അതായത് ഷായിൻ്റെ ഇതൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് ഓടുമ്പോൾ നമ്മളൊരു നമ്മൾ സഫർ ചെയ്യുമ്പോൾ തന്നെ എന്താണ് നമ്മളെ മുൻഗാമികൾ സഹിച്ച, അതായത് ഈ ദീൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സത്യത്തെ ഇവിടെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള അവർ സഹിച്ച സഫറിങ് നമ്മളും ശരിക്കും എന്ത് ചെയ്യാണ് ഫീൽ ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ സുഖങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ആ ഒരു സഫറിങ്ങിനെ നമ്മളും കൂടി അനുഭവിച്ചിട്ട് അതും പാടി ഉൾക്കൊണ്ടിട്ടാണ് നമുക്ക് ഈ മാറ്റങ്ങളും ഇതൊക്കെ വരുന്നത് ഹജ്ജിലൂടെ പോകുമ്പോഴുള്ളത്. ഹജ്ജ് പിന്നെ നമുക്ക് ഇതില് ഇബ്രാഹിം പറഞ്ഞ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഹജ്ജത്തുൽ വിദാഇന്റെ അറഫയിൽ എന്നെ ചൂടാന്നുള്ള ശരിക്കും നമ്മൾ ഓരോ അറഫയിൽ എന്നെ ചൂടാണെന്ന് പറയുമ്പോൾ നമ്മുടെ ഹജ്ജത്തുൽ വിദാഇന്റെ ഓർമ്മ വരും. ഹജ്ജത്തുൽ വിദാഇ ആ പ്രസംഗം സത്യം പറഞ്ഞാൽ ഇന്ന് ലോകത്തെ നമ്മള് എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മാനവിക മൂല്യങ്ങൾ നമ്മൾ കൊട്ടിപ്പോഷിക്കുന്ന പറയപ്പെടാത്ത മൂല്യങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ചിലപ്പോ ഇവരൊക്കെ ഈ മാനവിക മൂല്യങ്ങൾ കണ്ടെത്തുന്ന ആൾക്കാരൊക്കെ റെഫറൻസ് ആയിക്കാരം അറബിലെ പ്രസംഗിക്കാരം സ്ത്രീകൾക്കെതിരെയുള്ള അക്രമം മുതൽ എല്ലാം ഈച്ച് ആൻഡ് എവരി സാധനം ഉണ്ട് അതിൽ പറയുന്നുണ്ട്. വർണ്ണവിവേചനത്തിനാണെങ്കിലും ഒക്കെ മറ്റേത് പറഞ്ഞില്ല, അതായത് പൊളിറ്റിക്കലി സാധനങ്ങൾ, അതായത് ഹജ്ജ് റൂട്ട് ഇതാക്കുന്നത് ഇത് നമ്മളെ ഇന്ത്യയിലും അതായത് ഇപ്പോൾ സംഭവിച്ചായിട്ട് അതായത് വാസ്കോ ഡ ഗാമക്ക് വന്നതിന് ശേഷം ഈ ഇപ്പോ ഗഞ്ച സവായി അത് എന്റെ പുറകില് ഗാമ അല്ലല്ലേ, അത് എന്താണ് ഔറംഗസേബിന്റെ സമയത്ത് അതായത് ഈ പൈറേറ്റ്സ് പിടിക്കുന്ന ഒരു സംഭവമാണ്. അതായത് ഇവർ തിരിച്ചു വരുമ്പോൾ ഇവരുടെ അടുത്ത് ഇതുണ്ടാവും, സമ്പത്തുകളൊക്കെ ഇതുണ്ട്, അതായത് ഒരു റിച്ച് കപ്പലായിരിക്കും, അതായത് മറ്റ് ട്രേഡ് സാധനങ്ങളും ഇതൊക്കെ ഉള്ള ഒരു ഇതായിരിക്കും. അതിനെന്ത് ചെയ്യുന്നുണ്ട്, ആക്രമിക്കുന്നുണ്ട്. എന്നിട്ട് അതിന്റെ പേരിൽ ഔറംഗസേബ് അതായത് ഈ ഹജ്ജ് റൂട്ട് തടസ്സപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ ഒരു സാധനം ആക്രമിക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്നിട്ട് ഔറംഗസേബ് ഇംഗ്ലീഷുകാർക്കെതിരെ എന്തുണ്ട് വലിയ നീക്കങ്ങൾ നടത്തുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇത് അദ്ദേഹത്തിന്റെ എന്ത് ചെയ്യും, അദ്ദേഹത്തിന്റെ ഇമേജിനെ ബാധിക്കുന്ന എല്ലാത്തിനും ബാധിക്കുന്ന വിഷയമാണ്, അദ്ദേഹത്തിന്റെ രാഷ്ട്രത്തേക്ക് ബാധിക്കുന്ന എന്താണ് ഒരു വിഷയമാണെന്നുള്ളത്. പിന്നെയും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഇഷ്ടംപോലെ, അതായത് ഇങ്ങനത്തെ കപ്പൽ റൂട്ടാണെന്നുണ്ടെങ്കിലും എപ്പോഴും ആക്രമിക്കപ്പെടാവുന്ന ഒരു സാഹചര്യം പൊളിറ്റിക്കലി ചെയ്യുന്നുണ്ട്. ഇതൊരു നമ്മൾ ഇന്നൊക്കെ പറയുന്ന പോലെ ഒരു സമ്മർദ്ദ തന്ത്രമായിട്ട് എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഹജ്ജ് റൂട്ട് എന്നുള്ളത്. പിന്നെ ഇതിന്റെ ഒരു ഇത് പറയുമ്പോൾ ഇന്നത്തെ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ബിസിനസ്, അതായത് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ മതത്തിന് ഈ ഒരു ആത്മീയത വെച്ചിട്ട് മാത്രമാണ് പോണത്. അപ്പൊ ഇതിന് എത്ര പൈസ കൂട്ടിയാലും ഇതിനു വേണ്ടി എന്തൊക്കെ ചെയ്താലും ഇതിന് എത്ര ഫെസിലിറ്റി കൊടുത്തില്ല എന്നുണ്ടെങ്കിലും ആൾക്കാർ ഇതിന് വരുന്നുള്ളതാണ്. പലപ്പോഴും ഈ നമ്മൾ ഈ സമയത്തിലൊക്കെ ഹജ്ജിന്റെ റേറ്റ് കൂടുന്ന വിഷയമുണ്ടല്ലോ, എത്ര ലക്ഷങ്ങളാണ് വരുന്നത്. ആ സമയത്ത് സിമ്പിളായി പോയി വരാൻ പറ്റുകയും ചെയ്യും. ഓരോ ബിസിനസ് ആക്കിയും കൂടി എന്തിന്റെ മാറ്റം. കാരണം ഇത് നമ്മൾ എത്ര കൂട്ടിയാലും എത്ര പ്രയാസമായിക്കേണ്ടി വന്നാലും ഒരു വട്ടം ജീവിതത്തിൽ ഹജ്ജ് ചെയ്യാന്നുള്ള എന്താണ് ഓരോ മുസ്ലിമിന്റെ അഭിലാഷമാണ്. അതിൽ എന്തായാലും പോയിന് അതാണ് അതിന്റെ ഒരു പ്രാധാന്യം. പിന്നെ മുഹമ്മദ് അസദിന്റെ റോട്ട് മക്കേന്റെ ആ ലാസ്റ്റ് ഉണ്ടാകുന്ന ആ കുറിപ്പുണ്ടല്ലോ, ആ കുറിപ്പിൽ അദ്ദേഹം എഴുതി വെക്കണ്ടല്ലോ ഇന്നത്തെ ഹജ്ജൊന്നും അല്ല ഹജ്ജ് എന്ന് പറഞ്ഞിട്ട് ഹജ്ജിന്റെ ഈ പ്രൗഢിയെ എണ്ണ കൊണ്ടുവന്ന സമ്പത്തും മറ്റുള്ള സമ്പത്തേതര മാർഗങ്ങളൊക്കെ ചോർത്തുപോയി. ഇന്നത്തെ അറേബ്യ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അന്ന് അങ്ങനെ കെയർ ചെയ്യുന്ന സാധനം ആ റോട്ട് മക്കയിൽ കറക്റ്റ് വിശദീകരിക്കുന്നുണ്ട്. അതായത് അവിടെ ഉണ്ടാവണ ഒരു രണ്ട് സൈഡിലുള്ള ചന്തകളും അതുപോലെ തന്നെ ഓരോ സാധനങ്ങൾ വാങ്ങണതും അതുപോലെ പലപ്പോൾ ആഫ്രിക്കക്കാരനൊക്കെ അദ്ദേഹം കണ്ടത് അങ്ങനെ കുറെ ആൾക്കാരെ മീറ്റ് ചെയ്യുന്നുണ്ട് അദ്ദേഹം. അപ്പോഴാണ് അദ്ദേഹത്തിന് ഈ ഒരു ബോധം കണ്ടത്. എന്ന് പറഞ്ഞാൽ അതായത് ഈ പാവപ്പെട്ടവനും സമ്പത്തും, അതായത് ഒരാൾ സമ്പത്തുള്ളവനെ കാരണം ഒരാളെന്താണ് പറ്റ പാവപ്പെട്ട ആൾ. അപ്പൊ ഇതെല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഇതൊക്കെ അദ്ദേഹം ചെയ്യുന്നുണ്ട്. അത് കറക്റ്റ് ഡെപ്പിക്റ്റ് ചെയ്യണ ഒരു സാധനമാണ്. അതെന്ന് വെച്ചാൽ വരച്ചു വെക്കുന്ന ഒരു സാധനമാണ് സംഭവം. പിന്നെ ഹജ്ജ് ആ കാലഘട്ടത്തിൽ അറേബ്യത്തെ മെയിൻ പൊളിറ്റിക്സ് അതായിരുന്നു. കാരണം ഈ കാലഘട്ടത്തിൽ അതിന് മുമ്പ് നമുക്ക് ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രത്തിൽ മൊത്തം ഈ സിഖായത്ത് ഹിജാബ് എന്നൊക്കെ പറഞ്ഞാണ്ട് സദാനത്ത് പറഞ്ഞാണ്ട് ഈ ഹജ്ജുമായിട്ട് ബന്ധപ്പെട്ട ഡ്യൂട്ടികളാണ് ഓരോ ഗോത്രത്തിന്റെയും എന്ത് ചെയ്യുന്നത് പവിത്രത നിശ്ചയിക്കുന്നത് ഓരോ ഡ്യൂട്ടിയാണ്. ഈ മക്ക ഫത്ഹിന്റെ സമയത്താണ് തോന്നുന്നുണ്ട് ഈ വെള്ളം കൊടുക്കുന്നത് സിഖായത്തിന് വേണ്ടി നബിന്റെ അടുത്ത അബ്ബാസ് റഹ്മാന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മൂപ്പര് ചോദിക്കുന്നുണ്ട് നബി എനിക്ക് അതും കൂടി തരും. മൂപ്പർക്ക് ഓൾറെഡി ഒരു ഡ്യൂട്ടി ഉണ്ട്, എനിക്ക് അതും കൂടി തരുമെന്ന് ചോദിക്കുമ്പോൾ നബി കൊടുക്കുന്നില്ല. അത് ഓൾറെഡി ഒരു ഡ്യൂട്ടി എന്നാൽ ആ സാധനത്തിന് അബ്ബാസ് റഹ്മാനെ ചോദിക്കണമെങ്കിൽ അതിനാ സമ്പർക്കത്തിനോളം പ്രാധാന്യമുള്ളതാണ്. ഹജ്ജ് എത്രത്തോളം ആ സമയത്ത് പൊളിറ്റിക്കലി പ്രാധാന്യമുള്ള ഒരു സാധനമാണ്. പിന്നെ ഈ ഇന്ത്യ എന്ന് പറഞ്ഞാൽ തന്നെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ മൊത്തമായിട്ടുള്ള ലാൻഡ്സ്കേപ്പ് നോക്കുകയാണെങ്കിൽ സൗത്തിലാണെങ്കിൽ ഇപ്പം എന്തുണ്ട് ശബരിമല തീർത്ഥാടന കേന്ദ്രമാണ്. ഇപ്പം നോർത്തിലാണെങ്കിൽ നോക്കേണ്ട ഈ ബുദ്ധൻ്റെയും ജൈനന്മാരുടെയും പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കുറേ ആൾക്കാരുടെ തീർത്ഥാടന കേന്ദ്രങ്ങളുടെ ഒരു സംഗമ ഭൂമിയാണ് ഇന്ത്യ. നേരത്തെ കുംഭമേളൊക്കെ പരാമർശിക്കുകയുണ്ടായില്ലേ. ഇപ്പോൾ ഇന്ത്യയിലുള്ള ടിബറ്റിലുള്ളൊരു മൗണ്ടിനാണ് മൗണ്ട് കൈലാശ് എന്നുള്ള സാധനം. ഇത് ഏകദേശം 4 മതങ്ങൾ പവിത്രമായിട്ട് കാണുന്ന മലയാണത്.
അതായത് ഇപ്പോൾ ബുദ്ധൻ്റെ ഈ വിസ്റ്റത്തിൻ്റെ ആരംഭം എന്നുള്ളത് നമ്മളെ ദാരുണത്വ എന്നൊക്കെ പറയുമല്ലോ. അതുപോലെ ഈ ബുദ്ധൻ്റെ ഈ വിദ്യാഭ്യാസത്തിൻ്റെ ഒക്കെ ഓരോ ആശയങ്ങളുടെ ഒക്കെ പ്രചരണത്തിൻ്റെ തുടക്ക ഭൂമിയായിട്ട് കാണുന്ന സ്ഥലമാണ് ഈ മൗണ്ട് കൈലാസം എന്നുള്ളത്. അതേപോലെ തന്നെ ശിവന് ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് പോയിട്ട് ധ്യാനത്തിരിക്കണ്ടല്ലോ, ധ്യാനത്തിരിക്കണ ഈ മലയാണ് ഈ മൗണ്ട് കൈലാസ് പറഞ്ഞാൽ. അതുപോലെ തന്നെ ജൈന മഹാവീറിന് ആദ്യമായിട്ട് എന്താവണത് ഈ ബോധോദയം ലഭിക്കുന്നതൊക്കെ ഇതായിട്ടുള്ള ഇങ്ങനെയൊക്കെ ലോകത്തെ ഇങ്ങനെ മാറ്റിമറിക്കാനുള്ള രീതിയിൽ പിന്നെ അവിടെ ഉള്ളൊരു ട്രൈബൽ സ്വാഭാവികമായിട്ടും ഓലൊക്കെ ഒരു ദൈവമായിട്ട് കാണുന്ന സ്ഥലം കൂടിയാണ് എന്ത് ഈ മൗണ്ട് കൈലാസം. ഒരിക്കലും നമ്മൾ വല്ലാതെ എണ്ണപ്പെടാത്ത ഒരു തീർത്ഥാടന കേന്ദ്രമായിട്ട് നമുക്ക് അതിനെ കാണട്ടോ. അപ്പോൾ ഈ അപ്പൊ ഇങ്ങനത്തെ വെച്ച് നോക്കുമ്പോൾ അതായത് പൗലോ കൊയ്ലോന്റെ എഴുത്തുകൾ എന്ന് പറഞ്ഞാല് ഇത് ബേസ് ചെയ്തിട്ടുള്ള ഞാൻ മൊത്തത്തിൽ പറയുന്നത് ഹജ്ജ് എന്താണ് ലിറ്ററേച്ചർ ഒരു ഭാഗമായിരുന്നു. ഹജ്ജ് പല സമയത്തും പല ഘട്ടത്തിലും ഈ ഹജ്ജിനെ പറ്റിയുള്ള സാഹിത്യങ്ങൾ എപ്പോഴും വേറിട്ട് നിന്നിട്ടുണ്ട്. തീർത്ഥാടനത്തെ പറ്റിയുള്ള സാഹിത്യങ്ങൾ പ്രത്യേകിച്ച് അല്ല, ഹജ്ജാണ് നമ്മൾ ഈ വിഷയം ഇങ്ങനെ കൂടുതൽ അതിനെപ്പറ്റി സംസാരിച്ചിട്ടുള്ളതാണ്. തീർത്ഥാടനവുമായിട്ട് ബന്ധപ്പെട്ട സാഹിത്യങ്ങൾ പൊതുവെ നല്ല രീതിയിൽ എഴുതപ്പെട്ട അല്ലെങ്കിൽ വായിക്കപ്പെട്ട ഒരു സാധനമാണ്. അതിൽ പ്രധാനപ്പെട്ടാണ് പറയുന്നത്. അതായത് പൗലോ കൊയ്ലോന്റെ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ എഴുത്തുകൾ മൊത്തം വരുന്നത് അദ്ദേഹത്തിന്റെ ഈ ഒരു സ്റ്റൈലാണ്. എന്ന് പറഞ്ഞാൽ ഒരാള് അതായത് നമുക്ക് മനുഷ്യനുണ്ടാവണം എപ്പോഴും ഉണ്ടാവുന്ന പ്രശ്നമാണ്. ഇപ്പൊ അസദ് പറയുന്ന പോലെ മനുഷ്യന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഭയങ്കര, അതായത് ഇന്നത്തെ ജീവിതമൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കുറിച്ച് ചിന്തിക്കണില്ല. അല്ല, അതിൽ പ്രധാനപ്പെട്ട അസദ് പറയുന്ന ഒരു സാധനം പറയും. അസദ് ഒരു ദിവസം ഇവരെ ഭാര്യ അറിയില്ല, ഇവരെ പ്രായം കൂടി ഒരാളാണ്. മാത്രമല്ല ഞാൻ എഴുതണേ മെന്റൽ ആ സാധനം പഠിച്ച സൈക്കോളജി പഠിച്ച ഒരാളെ അവർ പറയണ്ടേ, അവരിങ്ങനെ ട്രെയിനിൽ യാത്ര ചെയ്യാം, അവിടുത്തെ മെട്രോയിൽ യാത്ര ചെയ്യാം. ഇങ്ങനെ ചുറ്റും മുമ്പിലുള്ള ഒരാളെ നോക്കി വെൽ ഡ്രസ്ഡ് അടിപൊളി നല്ല സമ്മതമുള്ള സ്റ്റുഡിയോസ് ഒക്കെ സെറ്റ് ആയിട്ടുള്ള ഒരാളാണ്. പക്ഷെ മുഖത്ത് നോക്കുമ്പോൾ എന്ത് ചെയ്യണില്ല, ഒരു സന്തോഷമില്ല. അയാൾ അസന്തുഷ്ടിയിലാണ്, അയാൾക്ക് സന്തോഷമില്ല. അയാൾ അവന്റെ അപ്പുറത്താണ് നോക്കി, അതേ അവസ്ഥ. ആ ഭൂമിയിലുള്ള എല്ലാവരും മൂപ്പര് പറയണത് അവരവസ്ഥയാണ്. ഇത്രയും സമ്മതം പറ്റുന്നില്ല, ഒരു ശാന്തിയിൽ ഒരിക്കലും മൊത്തത്തിൽ ജീവിതം ഒരു അങ്കലാപ്പാണെന്നുള്ള പറയണത്. അപ്പൊ ഈ എന്നിട്ട് പൗലോ കൊയ്ലോന്റെ അതൊന്നുകൂടി തുടരാനുണ്ട്. അതായത് ഈ ഒരു സംഭവം, അതായത് ഈ ഒരു നമ്മൾക്ക് അജ്ഞതയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മളെ ഈ നമ്മളെ ഈ മോശപ്പെട്ട ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മളെ കുറിച്ച് തന്നെ ചിന്തിക്കാത്ത ആത്മചിന്തയില്ലാത്ത ഒരു ജീവിതത്തിൽ നിന്ന് എന്ത് ചെയ്യണം, നമ്മളെ ജീവിതം ഒന്നും പാടി ഒരു സെറ്റാക്കാൻ വേണ്ടിയിട്ടില്ല. അതായത് ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്താനുള്ള യാത്രകളാണ് അദ്ദേഹം നടത്തുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ആലോചിക്കാം, അപ്പം ഇങ്ങനത്തെ ഇവരൊക്കെ ഇങ്ങനെ നടത്തിയല്ലോ, ഇനിയിപ്പോൾ നമുക്ക് അങ്ങനെ ഒരു യാത്ര പോകേണ്ട ആവശ്യമില്ലല്ലോ, നമുക്ക് അങ്ങനെ തന്നെ ആത്മചിന്ത നടത്തിയ നമുക്ക് ഉണ്ടാകുന്ന. പക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ യാത്രയാണ് എന്ത് ചെയ്യണത്, ഈ ഒരു മാറ്റം എന്നുള്ള ആ യാത്രക്ക്, ആ സഫർ ചെയ്യുന്ന യാത്രക്ക്, ആ യാത്രയിൽ ഉണ്ടാകുന്ന ഓരോ രംഗത്തും ഉണ്ടാകുന്ന തിരിച്ചറിവുകളാണ് എന്ത് ചെയ്യുന്നത് അയാളെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ സംഭാവന നൽകണമെന്നുള്ളതാണ്. സ്വപ്നത്തിന്റെ പേരിൽ സ്വന്തം സംഭവങ്ങളൊക്കെ വിറ്റിട്ട് എന്ത് ചെയ്യാണ്, ഒരു വലിയ ലക്ഷ്യത്തിന് പോവാണ്. പിൽഗ്രിമേജ് ആണെങ്കിൽ എന്റെ മനസ്സിലാണ് പോലോ മുപ്പരത്തിനെ പറ്റി തന്നെ എഴുതിയൊരു പുസ്തകമാണ്. അതിലാണ് ഈ നേരത്തെ പറഞ്ഞ ഈ കാമിനോടെ സാന്റിയാഗോ എന്നുള്ള ഒരു അന്നത്തെ കാലത്ത് പ്രധാനപ്പെട്ട ഒരു സാധനത്തിൽ ഒരു പെട്രോസ് എന്ന് പറഞ്ഞ ഒരു ഗൈഡിന്റെ കൂടെയാണ് അവസാനം എനിക്ക് എന്റെ ജീവിതത്തിൽ ലക്ഷ്യം കണ്ടെത്താൻ സാധിച്ചു എന്നുള്ളതാണ് അദ്ദേഹം സംസാരിക്കുന്നത്. എന്നാൽ ഈ പിൽഗ്രിമേജിന് തീർത്ഥാടനത്തിന്റെ സാഹിത്യത്തിൽ എന്തുണ്ട് അപ്പറുണ്ടെന്നുള്ളതാണ്. ആൽക്കമിസ്റ്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ തുടങ്ങിയ സ്ഥലത്ത് തന്നെ തിരിച്ചു വരാണ്. തുടങ്ങിയ സ്ഥലത്ത് ആ യാത്രേന്റെ എൻഡിക്ക് എത്തി, യാത്രയിൽ പറയപ്പെട്ട സ്ഥലത്തേക്ക് എത്തി, നിധി കിട്ടുമെന്ന് പറഞ്ഞാൽ ആ സ്ഥലത്തേക്ക് എത്തി. എന്നിട്ട് അവിടുന്ന് പിന്നെ വീണ്ടും സ്വപ്നം കണ്ടിട്ട് എന്ത് ചെയ്യാണ്, ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരാണ്. എന്ന് പറഞ്ഞാൽ അത് ഒരു ഭയങ്കര ആശയമാണ്. എന്ന് പറയുന്നത് സ്വന്തത്തിൽ തന്നെയാണ് എന്തുള്ളത്, സത്യമുള്ളത് എന്ത് തന്നെയാണ്, നമ്മളെ സ്വന്തത്തിൽ തന്നെയാണ്. പക്ഷെ ആ യാത്രയിൽ നിന്നാണ് നമുക്ക് എന്ത് മനസ്സിലാവുക, അത് മനസ്സിലാവുന്നത്, നമ്മളെ ഉള്ളിലുള്ള മൂല്യങ്ങൾ അതൊക്കെ മനസ്സിലാവുന്നത് എപ്പോഴാണ്, ഈ യാത്രാന്ത്യത്തിലാണ് നമുക്ക് എന്ത് ചെയ്യാം ഇതൊക്കെ മനസ്സിലാവുന്നല്ല. ഒരാഗ്രഹത്തോടെ ജീവിക്കുമ്പോൾ ഉണ്ടാവുന്നതിന്റെ അനന്തരഫലം മാത്രമാണ് എന്ത് നമുക്കുള്ള ഓരോ സഫറിംഗ്. നേരത്തെ നമ്മളെ ആത്മീയതയിലേക്ക് തിരിച്ചു വന്നാലേ, ആത്മീയത നമ്മള് ഹജ്ജിന്റെ ആത്മീയതയിൽ നമുക്ക് ഒരിക്കലും വിട്ട് പറയാൻ പറ്റാതിരിക്കാൻ പറ്റാത്ത സാധനമാണെന്ത് ഈ നബീന്റെ റൗള സന്ദർശിക്കുക എന്നത്. പഠിച്ചു എന്നെ തൗഫീഖ് നൽകട്ടെ. ഒരു ഓരോ മുസ്ലിമിന്റെ എന്താണ് അഭിലാഷാണ് ആകാണ്ടത്. നമ്മൾ അതിന്റെ ആത്മീയത ലെവലിൽ നിന്ന് മനസ്സിലാണെങ്കിലും എപ്പോഴും പല മഹാമാര ചരിത്രത്തിൽ നമ്മൾ കണ്ടാണ്. ഞാൻ പ്രധാനപ്പെട്ട ഈ റിഫായ് ഷെയ്ഖിന്റെ ഒരു ബൈത്തുണ്ട്. റിഫായ് ഷെയ്ഖ് പറഞ്ഞാല് നമുക്കറിയാം വളരെ പ്രധാനപ്പെട്ട ഇസ്ലാമിക വിശ്വാസങ്ങൾ സുന്നി ധാരയില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അള്ളാന്റെ വലിയായിട്ട് കണക്കാക്കപ്പെടുന്ന ഒരാളാണ്. മൂപ്പരെ ബൈത്ത് മറ്റേ ഫി ഹാലത്തിൽ റൂഹി കുന്തു ഉർസിലുഹ തുഖബ്ബിലുൽ അർള വഹിയ നായിബതി വഹാദിഹി ദൗലത്തുൽ അശ്ബാഹി ഖദ് ഹളറത്
ഒരുപാട് സർക്കാരിന്റെ ഭാഗം വെച്ചാല് ഞാൻ ഇങ്ങോട്ട് വരുന്നില്ല. ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ എന്റെ വീട് ഞാൻ ഇതുവരത്തായിരിക്കുമ്പോൾ മുമ്പ് വേറെ നാട്ടുകാരനാണ്, ആദ്യക്കാരനല്ല, ഞാൻ വേറെ നാട്ടിലായിരിക്കുമ്പോ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, എന്റെ റൂഹിനെ വീട്ട് ആക്കിയിട്ടുണ്ട്. കാരണം അവിടെ നമ്മൾ ഞാൻ അവിടെ ആയിരിക്കുമ്പോഴും എന്റെ ആത്മാവ് എന്റെ ഇവിടെയാണ്. ആത്മാവ് ഇവിടെയാണ്. കാരണം ഓരോ മനുഷ്യന്റെ അഭിലാഷം എന്താണ്, ഇവിടെയാണ്. ഞാൻ ഇങ്ങോട്ട് വരാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ ഒക്കെ റൂഹിനെ അവിടെ ആക്കിയിട്ട് റൂഹ് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ ഇതാണ് ഞങ്ങൾക്ക് എന്റെ സമയമായി, ഞാൻ ഇവിടെ എത്തി, എന്റെ തീർത്ഥാടനം കഴിഞ്ഞ് സഫറിങ്ങൊക്കെ കഴിഞ്ഞ് ആ ഒരു ഫീലിംഗ് ഞങ്ങൾ മുമ്പ് എത്തി നബിയെ. ഞാൻ ഇത്രയും സഫറിങ് സഹിച്ചാണ്, നിങ്ങളെ കൈയൊന്ന് നീട്ടിക്ക, ഞാൻ ഒന്ന് ചുംബിക്കട്ടെ എന്നാ പറയണത്. ആറാബി എന്ത് ഈ നബി തങ്ങളുടെ അടുത്ത് വന്നിട്ട് പാടുന്ന ആ ഒരു കവിത ഉണ്ട്, വളരെ നമുക്കൊരു, അതായത് ഈ ആറാബി തൻ്റെ ഒരു, അതായത് നബി തങ്ങളെ കണ്ടിട്ട് നബി തങ്ങളോട് തവസ്സുൽ നടത്തുന്ന ഒരു ആ സീൻ എന്നിട്ട് എന്ത്, യാ ഖൈറ മൻ ദുഫിനത് ബിൽ ഖാഇ അഅ്ദുമുഹു ഫത്വാബ മിൻ തീബിഹിന്നൽ ഖാഉ വൽ അകമു ഫിദാക നഫ്സിൽ ഫിദാഉ ലിഖബ്രിൻ അൻത സാകിനുഹു ഫീഹിൽ അഫാഫു വഫീഹിൽ ജൂദു വൽ കറമു എന്ന് പറഞ്ഞാൽ നബിനെ പുകഴ്ത്തിയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഞാനിവിടെ എത്തി, ഞാൻ എന്ത് ഈ ഖബറിനെ തവസ്സുലാക്കിയിട്ട് പറയണം. എന്നിട്ട് ആ കവിതന്റെ ബാക്കിയൊക്കെ ഉണ്ട്, അതായത് എന്ത് ഞാൻ അള്ളാഹുവിനോട് എന്ത് ഗുഫ്രാനെ തേടുന്ന ഒരു സംഭവമൊക്കെ ഉണ്ട്, ശിഷ്മ നടത്തുന്ന ഒരു സംഭവം, ഷഫാത്തിന് തേടുന്ന ഒരു സംഭവം ഉണ്ട്. അത് ഇങ്ങനെ ഒരു എന്ത് ഞാൻ നബി തങ്ങളെ കണ്ടു, എന്ത് ഈ ഖബറിൽ നിങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ദഫൻ ചെയ്യപ്പെട്ടിരിക്കുന്നത്, മറവ് ചെയ്യപ്പെട്ടിരിക്കുന്നത് നിങ്ങളാണ്. ഏറ്റവും അതായത് മറവ് ചെയ്യപ്പെട്ടതിൽ വെച്ച് ഏറ്റവും എന്ത് മഹത്തമായ സ്ഥലമുള്ളത് എന്താണ്, ഇവിടെയാണ്. ഇവിടെ ഈ ഒരു ഇതിന്റെ എന്തുകൊണ്ട്, ഇതിന്റെ സുഗന്ധം കൊണ്ട് എല്ലാ സമതലങ്ങളും അതുപോലെ തന്നെ എന്ത്, അതായത് താഴ്വാരങ്ങളും അതുപോലെ മലനിരകളൊക്കെ എന്ത് ചെയ്യാണ്, സുഗന്ധപൂരിതമായിരിക്കുന്നു. മൊത്തം ലോകം മൊത്തം എന്ത് ചെയ്യാണ്, സുഗന്ധപൂരിതമായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അതുപോലെ പിന്നെ നബിന്റെ ഒരു എന്താണ്, അതായത് എൻ്റെ നഫ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങൾക്ക് സമർപ്പിച്ച സംഭവമാണ്. എന്നിട്ട് എന്ത് ഈ ഒരു ഖബറിൽ എന്ന് പറയുകയാണെന്ത്, ഈ ഖബറിന് വേണ്ടി ഞാൻ സമർപ്പിച്ചിരിക്കുക, അതായത് നിങ്ങൾക്ക് വേണ്ടി. ഈ ഖബറിൽ ആരാണുള്ളത്, ഇതിൽ ജൂത് എന്ന് പറഞ്ഞാൽ ജൂതിന്റെ, അതായത് ജൂത് എന്ന് പറഞ്ഞാൽ എന്താണ്, ഔദാര്യമാണ്. ഔദാര്യം നിങ്ങളാണ്. അതുപോലെ മാന്യതയും അതുപോലെ തന്നെ എന്ത്, അതൊക്കെ നിങ്ങളാണ്. അങ്ങനെ ഒരു പറഞ്ഞിട്ട് നബിയെ എന്ത് ആ ഒരു ആത്മനിർവൃതി ഇതാക്കുന്ന ഒരു സീനൊക്കെ അവിടെ വരുന്നുണ്ട്. ഈ ഹജ്ജിന്റെയും മറ്റേ ഖബർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ സന്ദർശിക്കുന്നതിന്റെ ഒക്കെ പ്രാധാന്യത്തിന്റെ ഒരു പ്രധാനപ്പെട്ട സാധനം ഈ ബൈത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കഥ ഉണ്ട്. കഥ എന്ന് പറഞ്ഞാൽ ഈ അബൂ നസ്ർ ബിൻ സബാ എന്ന് പറഞ്ഞ ഒരാളാണെന്ന് തോന്നുന്നുണ്ട്. മുപ്പര് അഷ്റാമി എന്നുള്ള കിതാബിൽ പറയുന്നത് ഒരു ഉത്ബി എന്നതിനെ പറ്റിയുള്ള ഒരു റിവായത്താണത്. ഉത്ബി തങ്ങൾ പറയുന്നത് വെച്ചാൽ മുപ്പര് എന്ത് തന്നെ ഇവരിങ്ങനെ എന്ത് ചെയ്യാണ്, അവിടെ ഖബർ ഇവര് മസാറിൽ റൗദയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. റൗദയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു അറാബി വന്നു. അറാബി വെച്ചാൽ പൊതുവെ വിവരമില്ലാത്തവരെന്നാണ് എന്തെങ്കിലും പൊതുവെ പറയല്, അങ്ങനെയാണ് കണക്കാക്കപ്പെടുന്നത്. അതായത് സീറോ ടൈപ്പാണ്. അപ്പോൾ ഓലപ്പടിയാണ് പറയുന്നത്. അപ്പോൾ മൂപ്പരിങ്ങനെ വന്ന് മൂപ്പര് നേരെ വന്ന് സലാം നബി തങ്ങളോട് സലാം പറഞ്ഞ്, എന്നിട്ട് മൂപ്പര് ഒരു ആയത്ത് ചോദ്യം, അമാർസല്ലാമി റസൂലിൻ ഇല്ലാ യുതാ ബിഇദ്നില്ലാഹി വയുവലമു ലജാഊക വസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫിറ ലഹും റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമ. പറഞ്ഞാൽ ഓല് എല്ലാ പ്രവാചകന്മാരെ അയച്ചത് അവർ അനുസരിക്കപ്പെടാനാണ്. അപ്പോൾ ഓല് ആ ജനങ്ങളെ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്താൽ ഒരു റസൂലിന്റെ അടുത്ത് വരും. റസൂല് അവർക്ക് വേണ്ടി എന്ത് ചെയ്താല് പാവമോചനത്തെ തേടുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് വേണ്ടി എന്ത് ചെയ്യണം, എന്റെ പാവമോചനം തേടണം എന്നാണ് എന്ത് ചെയ്യുന്നത് അറാബി പറയണത്. അറാബി പറഞ്ഞിട്ട് ഈ പറഞ്ഞത് പറഞ്ഞിട്ട് ആ വൈദ്യ മൊത്തം പാടുന്നത്. പക്ഷെ അപ്പൊ മുമ്പര് ആ അറാബി പിന്നെ അപ്പൊ ഇയാളിങ്ങനെ വിചാരിച്ചു നബീനോട് നബി നബി ഒരു തവസ്സുലല്ലേ ഇങ്ങനെ ചിന്തിക്കേണ്ടാര് തവസ്സുൽ അതൊക്കെ വളരെ ഇസ്ലാമിന്റെ വിഷയമാണ്. ഇതൊക്കെ ചിന്തിക്കേണ്ടത്. പക്ഷെ അന്ന് രാത്രി വീട്ടിൽ പോയി ഉറങ്ങിയപ്പോ സ്വപ്നത്തിൽ പ്രവാചകർ സുധാചരമാലകൾ വന്നിട്ട് ഉത്ബീറോദാനോട് പറയണ്ടേ എന്ത് ചെയ്യുന്നുണ്ട്, അയാള് ആ അറാബി ദ്വാരത്തിട്ടുണ്ട് സ്വീകരിച്ചിട്ടുണ്ട്. അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്, ആ അറാബിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ പാപങ്ങൾ മൊത്തം പുറത്തു കൊടുത്തിട്ടുണ്ട്. അത്രത്തോളം നമ്മുടെ ഇസ്ലാമിൽ ഇതിനുള്ള പ്രാധാന്യം അല്ലെങ്കിൽ ഇതിനൊരു ആത്മീയത അത്രത്തോളം വലുതാണ്. പിന്നെ ഞാൻ ഇതിന്റെ ഒരു ഹജ്ജ് ഒരു ഡിവൈനിറ്റിനെ പറ്റി അങ്ങനെ ആലോചിച്ച് പെട്ടെന്ന് കിട്ടിയ സാധനം എന്താ വെച്ചാല്, നമ്മള് ഈ സമയത്ത് ഇതൊരു റിയാലിറ്റി ആണെന്ന് അത്ര ഇല്ല. നമ്മളെ കോവിഡ് കാരണം ഹജ്ജ് മുടങ്ങിയ സമയത്ത്, ഹജ്ജ് മുടങ്ങാൻ മീൻസ് കുറച്ച് ആൾക്കാർ മാത്രമായ സമയത്ത് അന്നിങ്ങനെ ആകാശത്തിലൂടെ ഈ പക്ഷികള് തൊവാഫ് ചെയ്തിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഒരു സംഭവം ഒരു വീഡിയോ ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അത്രത്തോളം ഒരു ഡിവൈനായ സാധനമാണ് എന്ത് ഹജ്ജ് എന്നുള്ള സാധനം. അതുപോലെ ഈ റൗള ഷെരീഫ് എന്ന് പറഞ്ഞാല് മുസ്ലിങ്ങളെ ഒരു ഹൃദയത്തിൽ എത്രത്തോളം അതിന് പ്രാധാന്യം ഉണ്ടെന്ന് വെച്ചാൽ, ഇപ്പോൾ നൂറുദ്ദീൻ സംഖ്യൻ്റെ ഒരു ഇതുണ്ട് സംഭവം ഉണ്ട്. അതായത് എന്ത് ഈ അദ്ദേഹം രാത്രി സ്വപ്നം കാണും. അതായത് ജൂതന്മാരെന്ത് ചെയ്യാണ്, ജൂതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗള ഷെരീഫ് അവിടെ എന്ത് ചെയ്യാണ്, ഹുജ്റത്ത് ഷെരീഫ് അത് തുരന്നിട്ട് നബി തങ്ങളുടെ മൃതശരീരവുമായിട്ട് എന്ത് നബി തങ്ങളുടെ നഫ്സുമായിട്ട് എന്ത് ചെയ്യാണ്, അവർ പുറത്ത് കിടക്കാനുള്ള അവരാ നടത്തിക്കൊണ്ടിരിക്കുന്ന സംഭവം എന്ത് ചെയ്യാണ്, അവർ ഈ നബി തങ്ങളെ സ്വപ്നത്തിൽ കണ്ടിട്ട് ഈ ഒരു സംഭവം അത് ഞാനെന്ത് ചെയ്യാണ്, ഞാനിങ്ങനെ ഒരു പ്രശ്നത്തിൽ നിൽക്കുമ്പോൾ
എൻ്റെ ഉമ്മത്തിലെ എൻ്റെ ഉമ്മത്തിലെ നൂറുദ്ദീൻ സംഖ്യ എവിടെയാന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ആ സമയത്ത് ഇദ്ദേഹം ഈ ഒരു ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഈ സ്വപ്നം, അതായത് ഒരാൾ വന്ന് പറയാണ്, ഒരു സാധാരണക്കാരൻ വന്നിട്ട് എന്ത് ചെയ്യാണ്, നൂറുദ്ദീൻ സംഖ്യയോട് പറയാണ് ഇങ്ങനെ പറയും. അപ്പം അദ്ദേഹം എന്ത് ചെയ്യാണ്, അദ്ദേഹം വളരെ കരഞ്ഞിട്ട് എൻ്റെ ഉമ്മത്തിൽ പെട്ടെന്ന് പറഞ്ഞോ, എൻ്റെ ഉമ്മത്തിൽ പെട്ടെന്ന് നൂറുദ്ദീൻ സംഖ്യ എന്ന് പറഞ്ഞോ. എന്നിട്ട് എന്ത് ചെയ്യാണ്, ആൾക്കാരെ അറിയാതെ എന്ത് ചെയ്യാണ്, അവിടേക്ക് പുറപ്പെടാണ്. തൻ്റെ അടുത്ത പരിവാരങ്ങളായിട്ട് അങ്ങോട്ട് പുറപ്പെട്ടിട്ട് അവിടെ ചെന്നിട്ട് അവരെ തീരുമാനമാക്കുന്ന ഒരു ഇതൊക്കെ ഉണ്ട്. പറഞ്ഞാൽ അത്രത്തോളം റൗള അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹുജ്റത്തുൽ ഷരീഫ എന്ന് പറയുന്നത് എന്താണ്, വളരെ പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ്. ലോകത്തിലെ മുഴുവൻ മുസ്ലിങ്ങൾക്ക്, പ്രത്യേകിച്ച് ഇപ്പോൾ രാജാക്കന്മാർ ഇതൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഖിലാഫത്തിൻ്റെ ഇതൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ അധികാരത്തെ നിശ്ചയിക്കുന്ന എന്താണ്, ഇതിൻ്റെ ഒരു സുരക്ഷിതത്വം, അതുപോലെ തന്നെ ഇതിനവർ നൽകുന്ന പരിഗണന എന്തൊക്കെയാണെന്നുള്ള. പിന്നെ ഈ ഹജ്ജിന് ഇസ്ലാമിലുള്ള പൊളിറ്റിക്കൽ പവർ എന്ന് പറഞ്ഞാൽ സംസാരിച്ചപ്പോൾ ഞാൻ വിട്ടുവെച്ചാന്ന് പറഞ്ഞാൽ കാബേന്റെ അധികാരം ആരുടെത്താണുള്ളത്, അയാളാണ് ഇസ്ലാമിലെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പവർ. ഈ അബ്ബാസികളായ സമയത്ത്, അബ്ബാസികൾ അവസാനം തകർന്നിട്ടുള്ള സമയത്ത്, സെൽജൂക്കികളൊക്കെ ഉയർന്നു വരുന്ന സമയത്തും ഓലി അബ്ബാസികളെ അക്രമിച്ചാണ് അബ്ബാസികൾക്കാരുണ്ട്. ആ സമയത്ത് മനസ്സിലാക്കിയെടുത്തോളം കാബ ഉണ്ടായിരുന്നത് ഓലെടുത്താകൊണ്ടാണ് ഇവര് സെൽജൂക്കികളെ ചെയ്യുന്നത്. സെൽജൂക്കികളെ പരമാധികാരം ഉണ്ടെങ്കിലും ഒരു അബ്ബാസികളെ തീർന്നത്. പിന്നെ നമ്മൾ ഈ ഹജ്ജിന്റെ ഒരു പൊളിറ്റിക്കൽ പവർ നമ്മൾ പലതരത്തിലും നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഈ നമ്മള് 979 ഉണ്ടായ ഒരു കാബ അറ്റാക്ക് ചെയ്ത ഒരു സംഭവം ഉണ്ടായിരുന്നു. നമ്മള് ഇവിടെ ആ സമയത്ത് മലയാളികളൊക്കെ പോയിട്ടോ. നമ്മളൊരു അനുഭവം നമ്മളിവിടെ ഞാൻ എന്താണ് നമ്മള് സമയത്ത് യുവജന ചെയ്യാന്ന് അറിയില്ലേ, ഞാൻ ശരിക്കും അനുഭവിച്ച ഒരാളെന്ന് പറഞ്ഞാണ്. കാരണം അവിടെ ആ സമയത്ത് ഹജ്ജ് നടക്കുന്ന സമയത്ത് ഒരു 700 ആൾക്കാരുടെ ഒരു സംഘം, ഒരു ട്രൈബ്, അറേബ്യത്തെ ഒരു ട്രൈബ് വന്നിട്ട് ഒലി കാബ കീഴടക്കാണ്. കാബ കീഴടക്കിയിട്ട് ആൾക്കാരൊക്കെ അതിനുള്ളിൽ ചെയ്തിട്ട് എത്ര ദിവസം 2 മാസത്തോളം അത് നിൽക്കണമെന്ന് പറഞ്ഞു. അവിടെ സീസി നിൽക്കണമെന്ന് പറഞ്ഞു. പറഞ്ഞാല് അവിടെ പിടിച്ചു നിട്ട് പറയാണ് മഹദി വരണ്ടേ. അല്ല ഞാൻ പറയണെന്ന് പറഞ്ഞാല് അവിടെ കാബിനുള്ളിൽ അംഗീകരിക്കപ്പെട്ടാൽ അംഗീകരിക്കപ്പെട്ടു. അതാണ് സംഭവം എന്നുള്ളതാണ് ചെയ്യുന്നത്. അതായത് നമ്മളെ ഒരു ഇതന്നെ അതാണ്. അതായത് ഒരു ഹജ്ജിന്റെ സമയത്ത് മഹദി മാമ അവിടെ വരും. എന്നിട്ട് ലോകത്തുള്ള നേതാക്കന്മാർ അദ്ദേഹത്തെ എന്ത് ചെയ്യും, അംഗീകരിക്കുന്നുള്ള ഒരു വിശ്വാസം പുലർത്തുന്ന ആളുകളാണ് മുസ്ലിം സമൂഹം. അപ്പോൾ ആ ഒരു സമയത്ത് ഇത് സ്ഥാപിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ ഇതാക്കുന്നുണ്ട്. ഈ ഹജ്ജിന്റെ പ്രധാനപ്പെട്ട സാധനം കാബ എന്നല്ല. കാബക്കുള്ള പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ സംഭവം എന്നുള്ളത് അന്നു മുതലുള്ളതാണ്. നമുക്കറിയാം, ഈ നമ്മൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്ന ആ സാധനം സിക്കായത്ത്, ഇജാബത്ത് മുതലുള്ള ആ സംഭവങ്ങളൊക്കെ. അപ്പോൾ പിന്നെ ഈ ഹജ്ജ് എന്നുള്ളൊരു സംഭവം എന്തല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്നൊരു സാധനമല്ല. അത് ഓൾറെഡി ആ സമൂഹത്തിൽ ഒരു ഇസ്ലാമിക വൽക്കരണമാണ് ശരിക്കും ഈ ഹജ്ജിലേക്ക് മാറുന്നത്. വീടെ ഒരു സാധനം ഹജ്ജ് ഫുള്ള് നഗ്നരായിട്ട് എല്ലാവരും വന്ന് അഴിഞ്ഞാടാനുള്ള ഒരു സ്ഥലമായിട്ട് മാറുന്നത്. ബിംബങ്ങളൊക്കെ നിറഞ്ഞൊരു കാബ, അതിലൊരു റിഫർമേഷൻ ആണ് നബി നടക്കുന്നത്, ഒരു ശുദ്ധീകരണമാണ് നടക്കുന്നത്. ശരിക്കും ഹജ്ജ് എന്നൊരു സാധനം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ സമയത്ത് തന്നെ ആദം നബി അലൈഹി സ്വലാം ഹജ്ജ് ചെയ്തിരിക്കുന്ന ഒരു കാബ എന്നുള്ള എന്തല്ല, ഈ ഇബ്രാഹിം നബി ഉണ്ടാക്കിയതല്ല, അത് നബീന്റെ കാലത്തുള്ളതല്ല. എപ്പോഴാണ് അന്ന് മലായികത്ത് ഉണ്ടാക്കിയ സാധനമാണ്. മലായികത്ത് ഉണ്ടാക്കി പിന്നെ അത് ആദം നബി എന്ത് ചെയ്യുന്നുണ്ട്, ആദം നബി അതിൽ പണിയെടുക്കുന്നുണ്ട്. പിന്നെ നബിന്റെ ഈ ഒരു പ്രളയത്തിന് ശേഷമാണ് ചെയ്യുന്നത് അത് ഇതായി പോണത്. പിന്നെയാണ് എന്ത് ചെയ്യുന്നത്, ആര് പണിയെടുക്കുന്നത്, ഇബ്രാഹിം നബി അലൈഹി സ്വലാം എടുക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അത് പുനർനിർമ്മിച്ചു, റെഡിയാക്കി, പിന്നെ അവിടെ താമസമൊക്കെ തുടങ്ങി. പിന്നെ ഒരു കാലഘട്ടത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ സ്ഥാനം നഷ്ടപ്പെടുന്നുണ്ട്. ഇതേപോലെ തന്നെ ഒരു പ്രളയം, ഇറമിലെ സെയിലോ സെയിൽ ഇറം എന്ന് പറഞ്ഞാൽ ഒരു ഈ ആ കാലഘട്ടത്തിൽ ചരിത്രത്തിൽ പ്രധാനപ്പെട്ട സാധനം. ഭയങ്കര നാശം ഉണ്ടാക്കിയ ഒരു മലവെള്ള പാച്ചിലും പ്രളയത്തില് ഇതേപോലെ എന്ത് ചെയ്യുന്നുണ്ട്, സ്ഥാനം നഷ്ടപ്പെടുന്നുണ്ട്. ആ സ്ഥാനം നഷ്ടപ്പെടുന്ന സമയത്ത് അബ്ദുൽ മുത്തലിബിന്റെ നേതൃത്വത്തിലാണ് എന്ത് ചെയ്യുന്നത്, അതിന്റെ സ്ഥലം കണ്ടെത്തുന്നതിന്റെ ഒരു ചരിത്രം പറയലുണ്ട്. എന്താണ് ഓർമ്മയില്ല, എന്തായാലും രസകരമായ ചരിത്രം പറയലുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് സത്യം പറഞ്ഞാൽ ആലോചിക്കുകയാണെങ്കിൽ ഓരോ പ്രധാനപ്പെട്ട ഫിഗറാണ് എന്ത് ചെയ്യുന്നത്, ഈ ആ സമയത്തുള്ള ആ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ആൾക്കാരാണ് എന്ത് ചെയ്യുന്നത്, ഓരോ സമയത്തും ഈ അറേബ്യയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അന്ന് ഏറ്റവും കുലപതികളായിട്ടുള്ള ഖുറൈശികളാണ് എന്ത് ചെയ്യുന്നത്, അധികാരം ഹോൾഡ് ചെയ്യുന്നത്. ഒന്നെങ്കിൽ നമുക്ക് അങ്ങനെ വ്യാഖ്യാനിക്കാം, അല്ലെ എങ്ങനെ പറയാം, കാബയുടെ അധികാരം ഉള്ളതാണ് എന്ത് ചെയ്യുന്നത്. കാബ എന്നുള്ള സാധനം അല്ലെങ്കിൽ കാബ ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. നമുക്കറിയാം 6 മാസം എങ്ങനെ മാത്രം ബൈത്തുൽ മുഖദ്ദസ് നിരീക്ഷിച്ചിട്ടുള്ളൂ, ബാക്കി ഫുള്ള് കാബയിലേക്കാണ്. ഇവിടെ കിബിലാണ് കാബ. നമുക്ക് ആദ്യം വ്യാഖ്യാനിക്കും തീർത്ഥാടന കേന്ദ്രത്തിൽ ഒരു ആത്മീയ തീർത്ഥാടനത്തിന്റെ കേന്ദ്രം എന്താണ്, കാബയാണ്. അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ നിസ്കാരത്തിൽ എന്താണ്, പർസണലായിട്ട് മുന്നാചാരം നമ്മൾ നേരെ എന്ത് ചെയ്യണം, നമ്മൾ ആത്മീയമായിട്ട് അങ്ങോട്ട് ഒരു യാത്ര പോവാണ്, റബ്ബിലേക്കുള്ള ഒരു യാത്ര. അപ്പൊ നമ്മൾ എങ്ങോട്ടാ തിരിയുന്നത്, കാബയിലേക്കാണ്. അവിടെ നമുക്കൊരു ആ നിലക്ക് എന്ത് നമുക്ക് കാബ എന്ത് ചെയ്യാന്നുള്ളതാണ് ഒരു തീർത്ഥാടന കേന്ദ്രമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഏകദാനം എന്ന് പറഞ്ഞാൽ എന്ത് ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളും ഒറ്റ നിലയിലേക്ക്. അപ്പൊ നമ്മള് ഈ തക്ഫീറിന്റെ വിഷയത്തിലേക്ക് വരാറുണ്ട്. അതായത് ഖിബ്ലയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്ന കാലത്തോടെ നമ്മൾ എന്ത് ചെയ്യൂല, തക്ഫീർ ചെയ്യരുത് എന്നുള്ള ഒരു നമ്മൾ എന്ത് ചെയ്യാറില്ല, പറയാറുണ്ട്.
പിന്നെ നമ്മൾ ഈ കാബേന് ഹജ്ജിന് വിഷയം നല്ല ഹജ്ജ് ഒരു ട്രഡീഷനാണ്. ഹജ്ജിന്റെ ഒരു മഹ്മൽ കാരവാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ചരിത്രത്തിൽ പല ഘട്ടത്തിൽ ഈ ഹജ്ജിന് ഒരു പ്രാധാന്യമുണ്ട്. മഹ്മൽ കാരവാൻ എന്ന് പറഞ്ഞാൽ ഈജിപ്ത് എന്നുള്ള സംഘമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പറഞ്ഞാൽ ഓരോ കില്ല കാബയിലേക്കുള്ള കില്ല കൊണ്ടുവരുന്നത് ഈജിപ്ത് തുർക്കി ഉറപ്പില്ല. ഞാൻ ഈ മഹ്മൽ കാരവാൻ എന്ന സംഭവം അറിയപ്പെടുന്നത് പറഞ്ഞാൽ ഒരു വലിയ ആഘോഷം. കാരണം ഒരു ദീർഘ യാത്ര വരണം, വലിയ ആഘോഷമാക്കിയിട്ട് പോലെ എന്ത് ചെയ്യും, ഇങ്ങനെ കാബയിലേക്കുള്ള കില്ല പ്രൗഢമായ രീതിയിൽ ഒട്ടങ്ങളൊക്കെ നോക്കിയിട്ട് ഒരു ആഘോഷം പോലെ ഇങ്ങനെ നമ്മളിപ്പോ സത്യം പറഞ്ഞാൽ നമ്മൾക്ക് ഇങ്ങനെ പറയാം ഈ ഇപ്പോൾ അമ്പലങ്ങളൊക്കെ ഉണ്ടാവും ഈ കളിയാട്ടത്തിലൊക്കെ സാധനം കൊണ്ടുപോകല്ലേ, അതേപോലെ ഒരു വലിയ സംഭവമാക്കിയിട്ട് എന്ത് ചെയ്യും ഓല് കൊണ്ടുവരും. അത്രത്തോളം ഒരു ആ കാലത്ത് രാഷ്ട്രീയ പ്രാധാന്യമുള്ള സാധനമുണ്ട്. അതേപോലെ തന്നെ ഈ മൻസാ മൂസ ഇപ്പൊ അങ്ങനത്തെ പേര് കൊണ്ടൊരു മാലിന്യ രാജാവായിരുന്നു. ഭയങ്കര ലോകത്തിൽ ഇന്നവരുണ്ടായാലും ഏറ്റവും വലിയ പൈസക്കാരാന്ന് പറയാം. കാരണം എന്താ വെച്ചാൽ അദ്ദേഹം ഹജ്ജിന് പറഞ്ഞാൽ അവിടുന്ന് അറേബ്യയിലെ പോകുമ്പോൾ ആ പോകുന്ന സ്ഥലത്തൊക്കെ എന്ത് ചെയ്യും സ്വർണ്ണം ഇങ്ങനെ കൊടുത്തോണ്ട് പോവാം, എല്ലാവർക്കും സ്വർണ്ണം കൊടുക്കാം. അപ്പൊ അതായത് ചരിത്രത്തിൽ പല ഘട്ടത്തിൽ എന്തുണ്ട് ഹജ്ജ് അതിൻ്റെതായ സ്വാധീനം ചെലുത്തേണ്ടതാണ്. പിന്നെ ഹജ്ജിന്റെ വിഷയത്തിൽ ഹജ്ജിനെ പ്രതി പ്രധാനപ്പെട്ട സംസാരിക്കുന്ന കാരണം ഇത് ലോകത്തിൽ വെച്ചാൽ എന്താണ് പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടനം എന്നുള്ളത് അല്ലെങ്കിൽ പിടിക്കുന്ന ഹജ്ജാണ്. ഇപ്പം നിലനിൽക്കുന്ന ഇമോഷനോട് എല്ലാ ലക്ഷണമൊത്തൊരു തീർത്ഥാടനം എന്നൊക്കെ പറയാന് അതും ഞാൻ രണ്ടു തരത്തിൽ വ്യാഖ്യാനിക്കാം. പക്ഷെ ഹജ്ജിന് ഈ ഒരു ആത്മീയത നിൽക്കുന്നത് ഈ കാലഘട്ടത്തിൽ ആത്മീയതയും കറക്റ്റ് ആ ഒരു മതത്തിലുണ്ടാവുന്ന സത്യം ഉൾക്കൊള്ളുന്ന ഒരു മതം ഇസ്ലാം മാത്രമുള്ളതായിരിക്കാം. എന്ത് ചെയ്യുന്നത് ആ ഒരു ആയിരിക്കാം ഓൾമോസ്റ്റ് മനസ്സിലാക്കേണ്ടത്. ഈ അവർ അസദിലേക്ക് ഞാൻ പിന്നെ തിരിച്ചു വരാം. അങ്ങനല്ല, അസദ് എന്ന് പറയുന്നത് എന്താ പറഞ്ഞാൽ ക്രിസ്ത്യാനിറ്റിക്ക് അതിന്റെ അസദ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. മുപ്പര് ആദ്യം ജൂതനായിട്ട് മുപ്പര് ക്രിസ്ത്യാനിറ്റിനെ പറ്റി പഠിച്ചിട്ട് മുപ്പര് പുസ്തകത്തിൽ അസ്തന പുസ്തകത്തിൽ പല സ്ഥലത്തും നീണ്ട് മുപ്പര് ഈ ക്രിസ്ത്യാനിറ്റിക്ക് വന്ന ആശയ ചലനത്തെ പറ്റി പലവട്ടം സംസാരിക്കുന്നുണ്ട്. ഓർക്ക് സത്ത് നഷ്ടപ്പെട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് ഹജ്ജ് പ്രധാനപ്പെടാൻ കാരണം ഇസ്ലാമി മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ യഥാർത്ഥ മതമായിട്ട് നിലനിൽക്കുള്ളൂ. ഗ്ലോബലായിട്ടുള്ള ഒരു ലക്ഷണമൊത്തൊരു തീർത്ഥാടനം ഈ ഗ്ലോബൽ എന്നും പറയാം. അതായത് എന്ത് ഇപ്പോ ലോകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് ഇതൊക്കെ എന്ന് പറഞ്ഞാല് മുസ്ലിങ്ങളെ സംഭവം എന്ന് പറഞ്ഞാൽ എന്താണ് ഗ്ലോബലി അംഗീകരിക്കപ്പെടുക. അതായത് എന്ത് ഈ തീർത്ഥാടനം എന്നുള്ള ആൾക്ക് അംഗീകരിക്കപ്പെടുന്ന ഒരു സാധനം. മറ്റെന്ത് നമ്മളൊരു വ്യൂ വെച്ചിട്ട് ഒരു ഇത് കണ്ടത്. ഞാൻ അതിൽ കാരണം വേണ്ടോ എന്താ പറയുക, ഇസ്ലാം എന്ന് പറഞ്ഞാല് ധാരാളം ഫിറക്കുകൾ മറ്റേ ബാക്കിയുള്ള ടീംസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും മറ്റേ കാവേലൊക്കെ തിരസ്കരിക്കുന്നത് എല്ലാവരും കാവേലൊക്കെ തിരസ്കരിക്കണേ. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ബാക്കി മതങ്ങളൊക്കെ വരുമ്പോൾ ഓരോരുത്തരും സാധനം മാറുന്നുണ്ട്. ക്രിസ്ത്യാനിറ്റി ആണെങ്കിൽ ഓരോ ഐറ്റം വരുമ്പോൾ ഓലെ കേന്ദ്രം ഓലെ ഈ യേശു ഒരു സാധനം ഉണ്ടെങ്കിലും അതിലേക്കുള്ള സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് വൈമാറി പോകുന്നുണ്ട്. പല ബാക്കിയുള്ള മതങ്ങളൊക്കെ അങ്ങനെ ഹിന്ദു മതത്തിന് അത്ര വലിയ ഗ്ലോബലി നമുക്ക് തോന്നത്തെന്ന് വെച്ചാല് ഹിന്ദു മതം എന്നുള്ളത് ഈ ഒരു ഇതില് നമ്മളൊരു ഇന്ത്യ എന്നുള്ള ഇട്ടാവട്ടത്തിൽ ഒതുങ്ങുന്നേ പറഞ്ഞില്ല. പക്ഷെ ലോകത്തിലെ ഏറ്റവും വലിയ ഹിന്ദു ടെമ്പിൾ ഉള്ളത് കംബോഡിയയിലാണ്. വേറെ സ്ഥലങ്ങളുണ്ട്. പക്ഷെ എന്താണ് അത്ര ഒരു ഗ്ലോബൽ മതമായിട്ട് എന്തില്ല ഹിന്ദു മതത്തിൽ എണ്ണല്ലോ. അല്ല, ഹിന്ദു മതത്തിന്റെ അസ്തിത്വത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ എന്തുകൊണ്ടൊരു ഹിന്ദുവാണ് അല്ല ഹിന്ദു മാർഗം എന്നുള്ള പുസ്തകത്തില് ശശി തരൂര് പറയുന്നുണ്ട് ഹിന്ദു മതത്തിലുള്ള ഈ ഫ്ലെക്സിബിലിറ്റി കൊണ്ടാണ് ഞാനൊരു ഹിന്ദു ആവുന്നത്. അതായത് എനിക്ക് ഗണപതി ആരാധിക്കണമെങ്കിൽ ഗണപതി ആരാധിക്കാം, അതേസമയം ബ്രഹ്മാവിനെ ആരാധിക്കണം എന്നുള്ള നിയമമൊന്നുമില്ല. വാണേ ഗണപതി ആരാധിക്കാം, വാണേ ശിവനെ ആരാധിക്കാം, ബ്രഹ്മാവിനെ തള്ളാം, എന്ത് ചെയ്യാം. അതിന്റെ ഒരു സ്പ്ലിറ്റ് പറയാം. അതായത് എന്ത് ഓരോന്നിനും ഓരോ ദൈവങ്ങളും. അപ്പോൾ ഓരോ ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ അതിപ്പോ ഒരു കുടുംബത്തിനൊക്കെ നമ്മൾ പറയാനല്ലോ ഓരോ വീട്ടിലും ഓരോ ദൈവങ്ങളുണ്ടാവും, കുലദൈവങ്ങളുണ്ടാവും. അതെ, അപ്പോൾ അത് ബേസ് ചെയ്തിട്ടില്ല ഓൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട എന്നുള്ള ആൾക്ക് എന്ത് ചെയ്യും. ഇസ്ലാമിലെ ഇസ്ലാമിന്റെ ഒറ്റ കേന്ദ്രമാണ്, ഒറ്റ സ്ഥലം. അതിപ്പോ ഏത് മറ്റേ ഷിയ ആണെങ്കിലും ഓരൊക്കെ ഹജ്ജ് എന്നുള്ള എന്താണ് ഷിയകൾ ഹജ്ജ് എന്നൊക്കെ ഓർക്കില്ല. പക്ഷേ ഏത് ഫിറക്കാണെങ്കിലും ഇവിടെ കേരളത്തിൽ തന്നെ ധാരാളം ഇസ്ലാമിന് ഫിറക്കുകളുണ്ട്, വിഭാഗങ്ങളായിട്ടുണ്ട്. പക്ഷെ ഓർക്കൊക്കെ എന്താണ് ഒറ്റ ഹജ്ജ് എന്നുള്ള ഒറ്റ സ്ഥലത്തേക്കാണ്, ഒരേ ഒരു സ്ഥലത്തേക്ക്. ഇവരെ പോലെ എന്ത് ചെയ്യുന്നില്ല, പഠിച്ചവർ മാറുന്നില്ല, ഒക്കെ ഒന്നും മാറില്ല, ഒക്കെ അള്ളാഹു ആ അള്ളാഹുവിന്റെ ഭവനം എന്നുള്ള കാബയിലേക്ക് ഒറ്റ സാധനമാണ്. അതാണ് ഈ ഒരു ഹജ്ജിന്റെ ആത്മീയത ഇപ്പൊ. പക്ഷെ നേരിയ ഭംഗം അസദ് പറഞ്ഞ മാതിരി അതിന്റെ പ്രൗഢികൾ വന്നപ്പോൾ ഉള്ളത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അതായത് എന്ത് ഇത് ഭൗതികതയല്ല എന്ത് ചെയ്യുന്നത് അതിൽ സ്വാധീനം ചെലുത്തുന്നു. മറിച്ച് എന്താണ് ഇതൊരു ആത്മീയമായിട്ടുള്ള ഒരു സഞ്ചാരമാണ്. നമ്മളെ ശരീരം കൊണ്ടുള്ള ഒരു ആത്മീയമായിട്ടുള്ള സഞ്ചാരം എന്നുള്ളതിലേക്ക് നോക്കുമ്പോൾ എന്ത് അന്നുണ്ടായിരുന്ന പോലെ തന്നെയുള്ള ഒരു ആത്മീയതക്ക് കുറവ് വരും. അതായത് മെറ്റീരിയലിറ്റിന്റെ ആ ഒരു ഇത് മാറുമ്പോൾ സ്വഭാവമായിട്ട് അന്നത്തെ ഇത് വരുമ്പോൾ എന്ത് ചെയ്യും. ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പൊ ലേറ്റസ്റ്റ് സംഭവം ഉണ്ടായില്ല, ഒരു ഹാജി മറ്റേ എന്ത് ചെയ്യാന് സ്ഥല രാജ്യമൊക്കെ ഓർമ്മ കിട്ടുന്നില്ല, ആളെ പേരൊക്കെ ഓർമ്മയില്ല. ഭയങ്കര ഹിറ്റായ ഒരു സാധനം എന്ന് പറഞ്ഞാല് മൂപ്പര് ഹജ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് വിമാനത്തിൽ കയറാൻ നോക്കുമ്പോൾ വിമാനം അടിച്ചുപോയി. മൂപ്പര് എന്തോ ഒരു വിഷയം ഉണ്ടായിട്ട് വിമാനം ഡോർ അടച്ച് ക്ലോസ് ചെയ്തു പറഞ്ഞു. മൂപ്പർക്ക് പോകാൻ പറ്റില്ല. മൂപ്പർക്ക് ഭയങ്കര ശുദ്ധാവിശ്വാസം. മൂപ്പര് ഇവിടെ ചോദിച്ചപ്പോൾ പഠിച്ചു തന്നെ വിളിച്ചത്. അപ്പൊ മൂപ്പർക്ക് ഈ വർഷം വിധിച്ചിട്ടില്ല, അവിടുത്തെ ജോലിക്കാരൊക്കെ ഒന്നും കണ്ടു നിൽക്കുന്നിട്ടില്ല, ഈ വർഷം ഹജ്ജ് പോകാൻ വിധിച്ചിട്ടില്ല, നിങ്ങൾ എന്താണ്
പഠിച്ചവങ്ങൾക്ക് തോഫിക്ക് നൽകിയിട്ടില്ല എന്ന് വിചാരിച്ചു പറഞ്ഞു. പക്ഷെ വിമാനം പോയി, പറന്നു പോയി. പക്ഷെ എന്ത് ചെയ്തു, എന്തൊക്കെ അതിന് സാങ്കേതിക പ്രശ്നങ്ങളോ ഇറക്കി, ഒരിട്ട് ഇറക്കി, അപ്പോൾ കയറ്റിയില്ല. അപ്പോൾ പെട്ടെന്ന് സംഭവം അതിന്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തു, ക്ലോസ് ചെയ്തു. പിന്നെ അവർ ആ സംഭവം മൂപ്പര് കയറ്റിയില്ല. പക്ഷേ പിന്നെ പറഞ്ഞു കുറച്ച് പിന്നെ സാങ്കേതിക തകരാറുണ്ട് പറഞ്ഞാൽ എന്ത് ചെയ്തു, വിമാനം താഴ്ത്തിറക്കി. അപ്പൊ അതിന്റെ എന്ത് അതിന്റെ കപ്പിത്താൻ അതിന്റെ പൈലറ്റ് വന്നാണ്ട് പറയുന്നത്, ആ ആളില്ലാണ്ട് ഞാൻ എന്തില്ല പോവില്ല. ഇതൊരു ആമിർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പേരുമുണ്ട്. ആ ആളില്ലാണ്ട് ഞാൻ എന്ത് പിന്നെ അങ്ങോട്ട് പോകണില്ല പറഞ്ഞു. അപ്പൊ ഈ സത്യം പറഞ്ഞാൽ ഹജ്ജിന് പോവാന്നുള്ളത് നമ്മൾ പല പല സംഭവങ്ങളെ പറ്റി പറയുന്നത് ഒരു എന്താണ്, ഹജ്ജ് നമ്മളെ വിളിക്കുക, നമ്മൾ അങ്ങോട്ട് പോവല്ല. അതെന്താണ് നമ്മളെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രത്തോളം ഒരു ഡിവൈനിറ്റിയും ദൈവികത്വം എന്തുണ്ട് നമ്മളതിന് കൽപ്പിക്കണം എന്നുള്ളതാണ് ആ ഒരു സംഭവം. ഈ ഒരു ഇൻസിഡന്റ് അതിന്റെ ഏറ്റവും പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ്. അതായത് സമകാലിക യുഗത്തിൽ നമുക്ക് എന്ത് ഇതിന്റെ അതിന്റെ അസ്തിത്വത്തിൽ സംശയിക്കുന്ന ആൾക്കാർ, അതിന്റെ ഒരു ഡിവിനിറ്റിയിൽ സംശയിക്കുന്ന ആൾക്കാർക്ക് എപ്പോഴും എന്തുണ്ട്, കാലഘട്ടത്തിനനുസരിച്ചുള്ള ഉദാഹരണങ്ങൾ ദൃഷ്ടാന്തങ്ങളായിട്ടൊക്കെ വരുന്നുള്ള വരുന്നുണ്ട്. അപ്പോ തീർത്ഥാടനം എന്ന് പറയുമ്പോൾ ഞാൻ മറ്റൊരു സാധനം കൂടി ഞാൻ പറയാം. കാരണം ഹജ്ജിന്റെ സാധനങ്ങൾ, ഹജ്ജിലേക്ക് പോകുന്ന ഓരോരുത്തരും ഒരു പടച്ചോന്റെ വിളി കേട്ടിട്ട് പോകുന്നത്. ഇപ്പൊ പടച്ചോൻ നമ്മൾ നേരത്തെ പറഞ്ഞ ഇബ്രാഹിമിന്റെ വിളിയുണ്ട്, പക്ഷെ പടച്ചോന്റെ ആ ഒരു ഇതില് പടച്ചോന്റെ അടുത്തേക്ക് പോവാണ് എന്ന് പറഞ്ഞാല് നമുക്ക് ഇങ്ങനെ വ്യാഖ്യാനിക്കാം. നമ്മൾ നെയ്യ് പറഞ്ഞ സംഭവത്തെ നമുക്ക് ഇങ്ങനെ പറയുന്നത്, കാബ വിളിക്കുന്നുണ്ട്, അറഫ വിളിക്കുന്നുണ്ട്, സഫാമറ വിളിക്കുന്നുണ്ട്, പാപമോചനത്തിനായി പാപവിമുക്തിക്കായിട്ട് ഒരു പൂർണ്ണമായ പാപമോചന മുക്തിക്കായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പടച്ചോൻ വിളിക്കല്ല, അറഫ വിളിക്കുന്നുണ്ട്, മക്ക വിളിക്കുന്നുണ്ട്, കാബ വിളിക്കുന്നുണ്ട്. ഓരോ വിശ്വാസിയും എന്ത് ചെയ്യാണ്, ആ വിളി കേട്ടുകൊണ്ട് ലബ്ബൈക്കയുടെ ഈരടികളോടെ എന്ത് ചെയ്യാണ്, റബ്ബിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ കാബയിലേക്ക് അടുക്കുകയാണ്. ഓരോ ഹജ്മാർ ഈ ഒരു സമയം അതാണല്ലോ, ഹജ്മാർ എന്ത് ചെയ്യാണ്, ലബ്ബൈക്കയുടെ ഈരടികളുമായിട്ട് ആ ഒരു കാബയിലേക്ക്, അറഫയിലേക്ക്, മക്കയിലേക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു ദിവ്യത്വവും അതിന്റെ ഒരു ആത്മീയത എന്തില്ല, ലോകത്ത് ഉദാഹരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള എന്താണ് ദിവ്യത്താണ് അതുള്ളത്. ഇപ്പൊ തീർത്ഥാടനത്തിനെ കുറിച്ച് പറയുമ്പോൾ അവസാനിക്കാത്ത ഒരു വലിയൊരു നമുക്ക് അവസാനിക്കുന്ന പറയാം, നമ്മളിപ്പോ ഒരു പരിമിതമായ ഒരു ഉദ്യമം മാത്രമാണ് സംസാരിക്കാൻ മൊത്തത്തിലൊരു വിഷയം തീർത്ഥാടനം എന്നുള്ളതും ഹജ്ജ് എന്നുള്ളതും മൊത്തത്തിലൊരു വിശകലനം ചെയ്യാന്നുള്ള മാത്രമാണ്. അല്ലാതെ ഇതൊന്നും ഹജ്ജിനെ പറ്റിയുള്ളതോ അല്ലെങ്കിൽ തീർത്ഥാടനത്തെ പറ്റിയുള്ള ഒരു നമ്മൾ അനുഭവിക്കാത്ത ആളുകളാണ്, പോവാത്ത ആൾക്കാരാണ്. ചെറുപ്പത്തിൽ പോയിക്കണോ ഇല്ല, ഞാൻ വെച്ചിട്ടില്ല. പക്ഷെ എന്നാലും നമ്മൾ നടക്കുന്ന വേദികളിലൂടെയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. ആ രീതിയിലുള്ള അനുഭവിക്കാത്തൊരു പറഞ്ഞ സാധനമാണ്. അപ്പൊ ഇതിന്റെ ഒരു പൂർണ്ണത്വം എന്തായാലും കിട്ടൂല. പിന്നെ എന്തായാലും അപൂർണമായ വിശകലനം ബാഹ്യമായ സംഭവങ്ങളുടെ വിശകലനം മാത്രമാണ്. അവസാനിപ്പിക്കുകയാണ്. എന്തായാലും 30 മിനിറ്റ് കഴിഞ്ഞു. അവസാനിപ്പിക്കാനുള്ള സമയം ഏറെക്കുറെ അടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത ആഴ്ച വീണ്ടും കാണാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.